വരതാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേദ്ഭുവനീശിം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീലാമി. ഓം നമഃ ശിവായ ശിവായൈ നമഃ. ഓം നമഃ ശിവായ ശിവായൈ നമഃ. ഓം നമഃ ശിവായ ശിവായൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. വീണ്ടും ഇത്തരത്തിലുള്ളൊരു സമാഗമത്തിന് സൗകര്യം ഒരുക്കിത്തന്ന സത്ര ഭാരവാഹികളോടും സർവോപരി പൂജനീയ സ്വാമികളോടും അഗൈതവുമായിട്ടുള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. വളരെയേറെ കാലത്തെ ഈ ബന്ധം സത്യത്തിൽ വളരെയേറെ മാറ്റങ്ങൾക്ക് എന്നിലും ഇടവരുത്തിയിട്ടുള്ള ബന്ധം, നിങ്ങളിലും അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള പല മാറ്റങ്ങളും വരുത്തിയിട്ടുള്ള ഈ വേദി, ഉത്തരോത്തരം ഭാഗവത തത്വസമീക്ഷ അതിലൂടെ കടന്ന് ഉയർന്ന് ഉത്തുംഗമായിരിക്കുന്ന സാധ്യ അവസ്ഥയിലേക്കെത്താനായിട്ട് അനുഗ്രഹിക്കട്ടെ. സാധു എന്ന് പറയുമ്പോഴേ തന്നെ സാധിച്ചവനാണ്. ആധ്യാത്മികമായിട്ടുള്ള തത്വങ്ങളും കാര്യങ്ങളും ഗ്രഹിച്ച് സാക്ഷാത്കാരത്തിൻ്റെ പദവി അലങ്കരിക്കുന്നവനാണ് സാധു. വാസ്തവത്തിൽ സാധുക്കളുടെ ഒരു സമാഗമം, സംഗമം, അക്കൂട്ടത്തിൽ ഗൃഹസ്ഥാശ്രമികളാണെങ്കിൽ പോലും അതിൽ ഉൾപ്പെട്ടുകൊണ്ട് അല്പനേരം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗമം എന്നുള്ള രീതിയിൽ ഈ സത്സംഗം വളരെയേറെ ശ്രദ്ധേയമായ ഒരു സത്സംഗമായി പരിണമിച്ചിരിക്കുന്നു. എല്ലാം തന്നെ സ്വാമികളുടെ അനുഗ്രഹം കൊണ്ട്. ഇന്നത്തെ വിഷയമാണെങ്കിൽ 2 കടുകട്ടിയായിട്ടുള്ള ഭാഗങ്ങൾ ഒപ്പം ഇട്ടു തന്നിട്ടുള്ള വിഷയമാണ്. പൃഥുവിൻ്റെ ചരിതവും ഒപ്പം പുരഞ്ജനോപാഖ്യാനവും. ചതുർത്ഥസ്കന്ധത്തിലേക്ക് നമ്മൾ കടന്ന സന്ദർഭത്തിൽ കണ്ട ആദ്യത്തെ 2 കഥാഗോളങ്ങൾ ദക്ഷയാഗവും ധ്രുവചരിതവും. ഭാഗവതം എന്താണ് ഉദ്ദേശിച്ചത് ഈ കഥകളെ കൊണ്ട്, അതിനെ തുടർന്നുള്ള കഥകളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, 12 സ്കന്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട പരിവർത്തനം എന്ത്, ഇവ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് തത്വസമീക്ഷ സാർത്ഥകമാകുന്നത്. ഭാഗവത തത്വത്തിലേക്ക് നമ്മൾ കടന്നു കയറുമ്പോൾ തീർച്ചയായിട്ടും സമത്വബോധം ഉണ്ടാക്കലാണ് പ്രഥമവും പ്രധാനവുമായിട്ടുള്ള കർത്തവ്യം. സമത്വബോധം എന്ന് പറയുന്ന മാനസിക നില, അത് സമാർജിക്കാനായിട്ട് വളരെയേറെ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതുമുണ്ട്. എത്രയെത്ര പ്രസംഗിച്ചാലും എത്രയെത്ര ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ കേട്ടാലും ദൈനംദിന ജീവിതത്തിലേക്ക് അനുഷ്ഠാനങ്ങൾ കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ നിർവഹിക്കാം എന്ന് ചിന്തിച്ചാലും അപ്പോഴൊന്നും തന്നെ നമ്മളിലേക്ക് കടന്നു വരാത്ത ഒരു ഭാവമാണ് സമത്വബോധവും സമത്വഭാവവും. വളരെയേറെ ബുദ്ധിമുട്ട്. സമാനമായിട്ടുള്ള ചിന്താഗതികളില്ല. ഋഗ്വേദ അന്തർഗതമായിട്ടുള്ള സംവാദസൂക്തം 100 പ്രാവശ്യം, 1000 പ്രാവശ്യം, 10,000 പ്രാവശ്യം ജപിച്ചു, എന്നിട്ടുമില്ല സമാനത. സംസമി ദിവസേ എന്നെല്ലാം ചൊല്ലി വേദോക്തമായിരിക്കുന്ന പ്രാർത്ഥന എല്ലാം ഒന്നാകട്ടെ, എല്ലാവരും ഒന്നാകട്ടെ, മാനസികമായിട്ടുള്ള ഐക്യം വരട്ടെ, ഇതെല്ലാം തന്നെ പലവട്ടം നമ്മൾ ആവർത്തിച്ച് ജപിച്ചിട്ടും കിട്ടാത്ത ഒരു സംഗതി ഈ ഈക്വാളിറ്റി. ഭാഗവത വർഷം സ്വാതന്ത്ര്യം നേടിയിട്ട് വളരെയേറെ വർഷങ്ങൾ താണ്ടി ഭരണഘടനയും വിഭാവനം ചെയ്യുന്നത് ഈ സമത്വമാണ്. ഭാഗവതം കണ്ട സമത്വം, ഭാഗവതം ഊട്ടി ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സമത്വം, അതെല്ലാം തന്നെ രാഷ്ട്രീയ തലത്തിലേക്ക് വന്നപ്പോൾ അസമത്വമായിട്ട് വീണ്ടും വീണ്ടും മാറുക.
ഇന്നത്തെ നിലയിൽ കഷ്ടം തോന്നും. ഭക്തി എന്ന് പറഞ്ഞ് ജനിച്ചത് ദ്രാവിഡ ദേശത്താണ്. അവിടെ നിന്ന് ജനിച്ച് വളർന്നു വന്ന ഭക്തിയാണ് കഷ്ടസ്ഥിതിയിലകപ്പെട്ട് ഭാഗവത ശ്രവണത്തിലൂടെ വീണ്ടും പുഷ്ടിയെ പ്രാപിച്ചത്. ഇത് ഭാഗവത മാഹാത്മ്യം. ദ്രാവിഡ ദേശത്ത് ജനിക്കുകയും പിന്നാലെ വളർന്നു വരികയും ചെയ്ത ഭക്തി, അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന വശങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു. പക്ഷേ ഒരു നിസ്സാര പ്രശ്നം, ഒരു മുല്ലപ്പെരിയാർ, അത് വന്നതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തന്നെ കലുഷിതമായി, രൂക്ഷമായി, ബന്ധങ്ങളില്ലാത്ത മട്ടായി, പരസ്പരം ഇങ്ങനെ കീറി മുറിച്ചും ഏറ്റവും ക്രുദ്ധമായിട്ടുള്ള രീതിയിൽ പെരുമാറാമെന്നുള്ള മട്ടായി. നോക്കണേ, ഒരു നിസ്സാര കാര്യം. ഭൗതിക തലത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അലട്ടുമ്പോഴും ആധ്യാത്മിക തലത്തിൽ നമ്മൾ ഒന്ന് എന്നുള്ള മട്ടിലേക്ക് വന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് കാണാം. മുല്ലപ്പെരിയാർ പൊട്ടണമോ വേണമോ എന്ന് പൊട്ടണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്, ഈശ്വരനാണ്. ഈ ഞാനെന്ന് പറയുന്ന ഈശ്വരൻ്റെ നിശ്ചയം, അഥവാ ആ വിശ്വമനസ്സിൻ്റെ നിശ്ചയം, അത് വാസ്തവത്തിൽ ആ വിശ്വമനസ്സിനെ തന്നെ വിട്ടുകൊടുക്കാതെ ഭൗതികമായിട്ടുള്ള കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പപ്പൊട്ടും എന്നുള്ള രീതിയിൽ മാനസിക ഭ്രാന്തി ഉളവാക്കുന്ന രീതിയിലേക്ക് പോകുന്നതും കഷ്ടാൽ കഷ്ടതരം. പക്ഷേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഭാഗവതം ഉള്ളിലേക്ക് കടക്കാത്തത് കൊണ്ട്. ഏതൊരു ഭാഗവതമാണോ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാഗമാക്കിക്കൊണ്ടുവരേണ്ടത്, ആ ഭാഗവതത്തിലൂടെ സമചിത്തത കൈവരിച്ച് സമന്വയം സാധിച്ച് സമാന ചിന്താഗതികൾ ഉരുത്തിരിഞ്ഞ് അങ്ങേയറ്റത്തെ സന്തോഷം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ? വളരെയേറെ കലുഷിതമായിട്ടുള്ള ഈ രംഗത്തിന് അറുതി വരാനായിട്ട് ഇന്ന് ഇല്ലാതെ പോയതും എന്താ? ഈ പറയുന്ന നല്ല ഒരു ഭരണം. പൃഥുവിൻ്റെ കഥയിലേക്ക് കടക്കുമ്പോഴാണ് നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഒരു ഈശ്വരാവതാരം ഇന്ന് വാസ്തവത്തിൽ ഭരണം എന്ന് പറയാൻ തന്നെ നിവൃത്തിയില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തായിട്ട് മാറിയ ഒരു കാലഘട്ടവും വളരെ സങ്കടം തോന്നുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ജയിപ്പിച്ചു വിട്ടിട്ട് അവർ അവിടെ ചെന്നിട്ട് കാട്ടിക്കൂട്ടുന്നതും അവരുടെ ദുഷ്ടലാക്കും, അതുപോലെ എന്താണ് ഉദ്ദേശമെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്തൊരവസ്ഥയും, ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ഭരണവൈകല്യം കാട്ടിക്കൂട്ടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാത്തിനും കാരണം. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അടിസ്ഥാനമായിട്ട് മറ്റൊരു കാര്യവും കൂടി ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കാം. പശുവിനെ മാനിക്കുക എന്നുള്ള മട്ടെല്ലാം തന്നെ വിട്ടു. പൃഥുവിൻ്റെ കഥയിൽ കാണുന്ന പശു, അല്ലെങ്കിൽ ഗോരൂപം പൂണ്ട ആ ഭൂമിദേവി, എന്നിട്ട് വ്യത്യസ്ത കന്നുകിടാങ്ങളെ കൊണ്ട് വ്യത്യസ്ത സംഗതികളെല്ലാം തന്നെ കറന്നെടുക്കുന്ന രീതി, ഭൂമിദേവിയെ നല്ല ഒരു പശുവിൻ്റെ രൂപത്തിൽ ചിത്രീകരിച്ചത് പശു എന്ന് പറയുന്ന മാതാവിനെ മാനിക്കണമെന്നുള്ള അർത്ഥത്തിലാണ്. ഇന്നിപ്പോൾ കേരളക്കരയിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആട്ടി ഓടിച്ച് കൊണ്ടുവരുന്ന പശുക്കളെ മുഴുവൻ വെട്ടിപ്പൊഴുങ്ങി ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ടാകും സമാധാനം? ഹിന്ദുവിന് തനതായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് പശുക്കളും, അതുപോലെ ബ്രാഹ്മണരും, അതുപോലെ വേദവും. ഇതെല്ലാം തന്നെ വിട്ടുപോയി വെറും പ്രഹസനമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തത്വമസി എന്ന് പറയുന്ന അന്വേഷിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന ഭക്തജനങ്ങളുടെ പ്രവാഹം കണ്ടിട്ട് നമ്മൾ ഭക്തിയുടെ പാരമ്യത്തിലെത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന നിരർത്ഥകമായിട്ടുള്ള പ്രസ്താവന ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. ആഹാരാദി കാര്യങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാതെ, നിഷ്ഠകളില്ല, അനുഷ്ഠാനങ്ങളില്ല, വ്രതമില്ല. നമ്മൾ വാസ്തവത്തിൽ കാട്ടിക്കൂട്ടുന്നത് പേക്കൂത്താണോ എന്നുകൂടി സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങൾ. ഇപ്പപ്പൊട്ടും ഒക്കെ ഒഴുകിപ്പോകും. ഇവിടെ പറളിക്കാട് പ്രദേശത്തുള്ളവർക്ക് പേടിക്കേണ്ടതില്ല. പക്ഷേ ഞങ്ങൾ എറണാകുളത്തുകാരും ആലപ്പുഴക്കാരും ഒക്കെ ഒഴുകി അറബിക്കടലിലേക്ക് പോകും. 34 ലക്ഷം പേരെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ ഈ പൊട്ടാതിരിക്കാൻ എന്താ വേണ്ടത്? എല്ലാവരും കൂടിയുള്ളൊരു പ്രാർത്ഥന അതില്ല. സഹനാവവതു സഹനൗഭുനക്തു സഹ വീര്യങ്കരവാവഹൈ എന്നുള്ള ചിന്താഗതിയെല്ലാം വിട്ടുപോയി. അത് കേരളീയരുടെ മാത്രമായിട്ടുള്ള ഉപനിഷത്ത് ശാന്തിപാഠമല്ല, തമിഴർക്ക് മാത്രമായിട്ടുള്ളതല്ല, ഇന്ത്യ ഒട്ടാകെയുള്ളവർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവർക്കുള്ളതാണ്. അതേ രീതിയിലുള്ളൊരു സഹവർത്തിത്വവും സഹാനുഭൂതിയും സഹകരണവുമെല്ലാം തന്നെ ഉണ്ടാകാൻ ഭാഗവതം സഹായിക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ പൃഥു ചരിതത്തിലേക്കൊന്ന് കടക്കാം. ഈ പൃഥുചരിതത്തിലേക്ക് കടക്കുമ്പോൾ
ചതുർത്ഥസ്കന്ധത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിലുണ്ടാകണം. ചതുർത്ഥസ്കന്ധം രചിക്കപ്പെട്ട് നമുക്ക് വേദവ്യാസര് ഇട്ടു തന്നിട്ടുള്ളത് തൃതീയ സ്കന്ധത്തിലെ കപിലോപാഖ്യാനം ദൃഢം ആക്കാൻ വേണ്ടിയിട്ടാണ്. കപിലോപാഖ്യാനം ദൃഢമാക്കുക, കപിലഗീത ദൃഢമാക്കുക എന്ന് പറഞ്ഞാൽ കപിലൻ എന്തു പറഞ്ഞുവോ, സാഖ്യയോഗം എന്നെല്ലാം നമ്മൾ പറഞ്ഞ് പഠിക്കുന്ന ഭക്തിയുടെ കാര്യമുണ്ട്, ജ്ഞാനത്തിൻ്റെയും അതുപോലെ ജ്ഞാനഭക്തി വൈരാഗ്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗാഥ, ഗീത, കപിലഗീത, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചതുർത്ഥസ്കന്ധം എന്ന് പറയുമ്പോൾ തൃതീയ സ്കന്ധത്തിലെ സർഗലീലകളെ തുടർന്ന് ചതുർത്ഥസ്കന്ധത്തിലെ വിസർഗലീലകളിലൂടെ നമ്മൾ ഒന്നുകൂടി അതിനെ അരക്കിട്ടുറപ്പിക്കുകയാണ് ജ്ഞാനത്തെ. അദൃഢം ജഹതം ജ്ഞാനം എന്ന് മാഹാത്മ്യം പറഞ്ഞു പഠിപ്പിച്ചത് ജ്ഞാനം ദൃഢമാകണം എന്ന് തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അറിവെല്ലാം തന്നെ ഉപരിപ്ലവമായി പോകുന്നു. കേട്ടറിവ് കൊണ്ട് കാര്യമില്ല, പരോക്ഷജ്ഞാനം. കണ്ടറിവ് വേണം, അപരോക്ഷജ്ഞാനം. ഈ പരോക്ഷജ്ഞാനം എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് നോളജ് കൊണ്ട് യാതൊരു ഗുണവുമില്ല. തത്വമസി എഴുതി വച്ചിട്ട് അധികം കാലമായി നമുക്ക് എല്ലാവർക്കും അറിയാം തത്വമസി. തത്വമസി എന്ന് പറഞ്ഞ് കേൾക്കാത്ത ആരും തന്നെയില്ല. തത്വമസി ചിട്ടിക്കമ്പനിയുമുണ്ട്, തത്വമസി എന്ന് പറയുന്ന പല പല പ്രസ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും തത്വമസി എന്നുള്ള വേദവാക്യം മനസ്സിലാക്കഞ്ഞിട്ടല്ല, മനസ്സിലായി, പക്ഷേ അത് ഉപരിപ്ലവമായി പോയതുകൊണ്ട്, പ്രത്യക്ഷമായിട്ടുള്ള അനുഭൂതിയും അനുഭവമില്ലാത്തത് കൊണ്ട്, പരോക്ഷജ്ഞാനമായിട്ട് പരിണമിച്ചതുകൊണ്ട്, അപരോക്ഷ അനുഭൂതി എന്ന് പറയുന്ന ആ പദവിയിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടാതെ വീണ്ടും ദൃഢമല്ലാത്ത ഒരു ജ്ഞാനത്തിൽ അടിപ്പെട്ട് കിടക്കുകയാണ്. ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൃഢമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകലാണ് ലക്ഷ്യം. പ്രഥമസ്കന്ധത്തിൽ ആദ്യമേ തന്നെ സത്യം പരം ധീമഹി എന്ന് ധ്യാനിച്ചും അത്തരത്തിൽ ഈ പറയുന്ന വക്താവിനെയും ശ്രോതാവിനെയും കൂട്ടിമുട്ടിച്ചും ദ്വിതീയ സ്കന്ധത്തിൽ ഈ പറയുന്ന വക്താവിനെ അവതരിപ്പിച്ചും ആ ശുഖബ്രഹ്മം കൈകാര്യം ചെയ്യുന്ന ഭാഗവതം കേൾക്കാൻ തുടങ്ങിയും പരീക്ഷിത്ത് അതെല്ലാം തന്നെ ഗ്രഹിച്ചും മുന്നോട്ട് പോകുമ്പോൾ തൃതീയ സ്കന്ധത്തിൽ വിതരമൈത്രേയ സംവാദത്തിലൂടെ വരാഹ അവതാരം നിങ്ങൾ ഇന്നലെ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് തുടർന്ന് മറ്റൊരവതാരമായിരിക്കുന്ന കപിലനെ അവതരിപ്പിച്ച് ആ കപിലൻ്റെ ഗീതയിലൂടെ ദേവഹൂതി എന്ന് പറയുന്ന സാധു അമ്മ, ആ അമ്മ മോക്ഷപ്രാപ്തിയെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷപദത്തെ പ്രാപിക്കുന്നതും മുമുക്ഷു എന്നുള്ള നിലയെല്ലാം തന്നെ വിട്ട് ശ്രേയസ്കരമായിട്ടുള്ളൊരു പദവിയിലേക്ക് എത്തുന്നതും കണ്ടു. ഇത് ഉറപ്പിക്കണം ചതുർത്ഥ സ്കന്ധത്തിൽ. തൃതീയ സ്കന്ധത്തിൽ നമ്മൾ എന്തെല്ലാം കണ്ടു അത് ഉറപ്പിക്കാനായിട്ട് കടന്നു വന്നപ്പോഴാണ് പുരുഷാർത്ഥങ്ങളെപ്പറ്റി ചിന്തിച്ചത്. പുരുഷാർത്ഥങ്ങളെന്ന് പറയുമ്പോൾ 4 കൂട്ടം കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. ഈ 4 ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ മാനവധർമ്മം, മനുഷ്യൻ്റെ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്ന ധർമ്മം, അത് ജഡസ്വരൂപമായിട്ടുള്ള പ്രകൃതിയോട് ബന്ധപ്പെട്ടതാണ്. ഇനി അർത്ഥകാമങ്ങളാണെങ്കിൽ ഇതിൽ നിന്നൊട്ടും തന്നെ വിഭിന്നമല്ല. അവയും വാസ്തവത്തിൽ ജഡസ്വരൂപമായിട്ടുള്ള പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടതാണ്. ജഡസ്വരൂപമായിട്ടുള്ള മിഥ്യ എന്ന് നമ്മൾ ആരോപിക്കുന്ന പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ട പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ 4 ഇത്തരത്തിൽ മായാജന്യമാണ് എന്ന് വരുമ്പോൾ ഉപേക്ഷിക്കേണ്ടതാണ്. ധർമ്മത്തെയും അർത്ഥകാമങ്ങളെയും ഉപേക്ഷിച്ചാൽ കിട്ടുന്നത് മാത്രമാണ് മോക്ഷം. അത് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഭാഗവതം വളരെയേറെ പ്രകീർത്തിതമാകാൻ കാരണം പരീക്ഷത്തിൻ്റെ മോക്ഷം, അതുപോലെ പലരുടെയും മോക്ഷം, ദ്വന്ദ്കാരിയുടെ മോക്ഷം എന്ന് വേണ്ട മോക്ഷം എന്ന് പറയുന്ന മോചനം മാത്രമേ ഭാഗവതത്തിന് ലക്ഷ്യമായിട്ടുള്ളൂ. അതിനു മുമ്പുള്ള പുരുഷാർത്ഥങ്ങൾ അഥവാ എല്ലാം തന്നെ കേമമാണെന്ന് പറയാതെ പരമപുരുഷാർത്ഥം എന്ന മോക്ഷത്തെപ്പറ്റി പറഞ്ഞ് മറ്റ് പുരുഷാർത്ഥങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊള്ളൂ. പക്ഷെ അതുമായിട്ട് പോലും അറ്റാച്ച്മെൻറ്റ് പാടില്ല. അപ്പോൾ വിരക്തി എന്ന് പറയുന്നത് അനിവാര്യമാണ്. ധർമ്മത്തോട്, അർത്ഥകാമങ്ങളോട്, ഈ പറയുന്ന ആദ്യത്തെ 3 കാര്യങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായാൽ അവിടെ കിടന്ന്, അവിടെ കെണിഞ്ഞ് കിടന്ന്, അവിടെ തന്നെ കിടന്ന് മോക്ഷം എന്ന് പറയുന്നത് ആർജിക്കാതെ നമ്മൾ നശിക്കും. ഏതായാലും 4 തരം പ്രകരണങ്ങളാണ് ചതുർത്ഥസ്കന്ധത്തിൽ. ഈ 4 പ്രകരണങ്ങളിൽ ആദ്യത്തെ ദക്ഷയാഗം കഥ ധർമ്മപ്രകരണമായിട്ട് പറഞ്ഞു. ധർമ്മം എന്ന് പറഞ്ഞാൽ അവനവൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക എന്നത് തന്നെ. പക്ഷേ ദക്ഷയാഗം കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈശ്വരോന്മുഖമല്ലാത്ത, അല്ലെങ്കിൽ ഈശ്വരനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട്, ഈശ്വര സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയല്ലാതെ മറ്റ് യാതൊന്നും ധർമ്മമല്ല എന്നുറപ്പിക്കുക. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പശുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ കാളയുടെ കാര്യവും. കാളയും പശുവും ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട 2 ജീവികളാണ്. വാസ്തവത്തിൽ കൈലാസാധിപതിയായിട്ടുള്ള ശിവപെരുമാൾ വാഹനമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കാള, അതും ഇന്ന് മൃഗീയമായിട്ട് കൊല്ലപ്പെട്ട്
മനുഷ്യരെല്ലാവരും തന്നെ ആഹാരപദാർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടം എന്ന് പറയാൻ നിവൃത്തിയില്ല. വളരെ വലിയ വണ്ടിക്കാളകളെ, വളരെ ഉയരമുള്ളതും തടിയും അത്തരത്തിൽ കൊഴുപ്പുമുള്ള വളരെയേറെ ശക്തമായിട്ടുള്ള ശൃംഗങ്ങൾ, കൊമ്പുകളുള്ള കാളകളെയെല്ലാം തന്നെ കൊണ്ടുവരുമ്പോൾ വടക്കൻ പ്രദേശങ്ങളിൽ വളർന്നു വരുന്ന ഈ കാളകളെല്ലാം തന്നെ ഭഗവാൻ കൈലാസാധിപതിയുടെ വാഹനമാണെന്ന് കാണുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത് വേദോക്തമായിരിക്കുന്ന വൃഷം എന്നുള്ള പ്രയോഗമാണ്. വേദത്തിൽ വൃഷം എന്ന് പറഞ്ഞത് ധർമ്മം തന്നെ എന്ന് ഉറപ്പിക്കുമ്പോൾ ആ വൃഷത്തിൻ്റെ, ധർമ്മത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന വൃഷം എന്ന് പറയുന്ന, വൃഷഭം എന്ന് പറയുന്ന കാള, അതിനെ യാതൊന്നും ചെയ്യാൻ പാടില്ല, പൂജിക്കേണ്ടതല്ലേ? ആർഷ സംസ്കാരത്തിൽ ഈ പൂജ എന്ന് നശിച്ചുവോ അന്ന് നമ്മളെല്ലാവരും നശിച്ചു. നിങ്ങളുടെ മനസ്സിലുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യം? ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. നുകം വച്ച കാള. നുകം വച്ച കാള എവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ. ഭാരതവർഷം മുഴുവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ വാസ്തവത്തിൽ ഈ ഇന്ത്യ മുഴുവൻ ഒന്നാകെ വളരെയേറെ മെജോറിറ്റി ഭൂരിപക്ഷത്തോടു കൂടി കൈകാര്യം ചെയ്തിരുന്ന ഒരു പാർട്ടിയുടെ അതിസുന്ദരമായിട്ടുള്ള നുകം വച്ച കാള, എത്ര രസകരമായിട്ടുള്ള കാളകളാണ്. അന്ന് ഐശ്വര്യമുണ്ടായിരുന്നു. ഇന്നോ ആകെ പ്രശ്നമാണ്. അതുപോയി, അതിനെ മറന്നു. കാരണം എന്താ? ശിവനെ മറന്നു. ഏതൊരു കൈലാസാധിപതിയായിട്ടുള്ള ശിവനെയാണോ നമ്മൾ ഓർക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ വാഹനത്തെ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അതിനെ വെട്ടി കൊല ചെയ്ത് അതിൻ്റെ മാംസമെല്ലാം തന്നെ ഭുജിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിൽ നിന്ന് തിരോധാനം ചെയ്തത് എന്താണെന്നറിയാമോ? വൃഷം, ധർമ്മം. നമ്മളിൽ നിന്ന് ഇപ്രകാരം ധർമ്മമകന്നു പോയ പോലെയാണ് പിന്നാലെ ഈ പറയുന്ന നുകം വച്ച കാളയ്ക്ക് ശേഷം പശുവും കിടാവും വന്നു. നിങ്ങൾ കണ്ട കാര്യങ്ങളാണ്. 77 കാലഘട്ടത്തിൽ ഞാനും കോൺഗ്രസ് പ്രസ്ഥാനക്കാരനായി നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന നുകം വച്ച കാളയും തുടർന്നുള്ള പശുവിനെയും മാനിക്കണമെന്ന് ആർഷഭാരതം ചിന്തിച്ചുവെങ്കിൽ അത് തികച്ചും ആക്സിഡൻ്റലല്ല, അത് എതിർച്ചയാ സംഭവിച്ചതല്ല, അതൊരു നിയോഗമാണ്. അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കാളയായാലും പശുവായാലും നിയോഗം എന്ന് പറയാൻ കാരണം അവയ്ക്ക് പ്രാധാന്യമുണ്ട്. അവ നമ്മുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. പശുവിൻ്റെ 5 കൂട്ടം കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ദ്രവ്യങ്ങളാണ് പഞ്ചഗവ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും പശുവായാലും കിടാവായാലും അല്ലെങ്കിൽ കാളയായാലും അവയെ എല്ലാം തന്നെ സ്മരിക്കുന്ന രംഗമാണ് ഈ ചതുർത്ഥ സ്കന്ധത്തിൽ കാണുന്നത്. ഭൂമിദേവിയെ പശുരൂപിണിയാക്കിക്കൊണ്ട് പാലാഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. അവിടെ ചെന്ന് ഭഗവാനെ ബ്രഹ്മാദികൾ സ്തുതിക്കുമ്പോൾ ഈ ഭൂമിദേവി തൻ്റെ കഷ്ടസ്ഥിതി, ഭാരം ഇതെല്ലാം തന്നെ അവതരിപ്പിക്കുന്ന പശുരൂപത്തിൽ നിന്നുകൊണ്ട് അവിടെയും പ്രാധാന്യമേറി. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന് പാല് കുടിക്കണമെന്ന് ആഗ്രഹം ജനിച്ചപ്പോൾ ഗോലോകത്ത് അദ്ദേഹം സൃഷ്ടിച്ചതാണ് സുരഭി എന്ന് പറഞ്ഞുകൊണ്ട് ആ സുരഭിയുടെ വംശത്തിൽപ്പെട്ട പശുക്കളാണ് നമ്മൾ വാസ്തവത്തിൽ നിഷ്കരണമെന്ന് കൊലയ്ക്ക് വിധേയമാക്കുന്നത്. ഇതെല്ലാം തന്നെ ആമുഖങ്ങളാണ്. വളരെയേറെ കടന്ന് ചിന്തിച്ചെങ്കിലേ നമുക്ക് ദൃഢമായിട്ടുള്ള ജ്ഞാനവും ശക്തമായിരിക്കുന്ന ധർമ്മവും ആ ധർമ്മ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന രംഗവും ഉണ്ടാകൂ എന്നുറപ്പാണ്. കേട്ട് കാഷ്വലായിട്ട് കുറേ കാര്യങ്ങൾ കേട്ടിങ്ങനെ പോകുന്ന രീതിയാണിന്ന്. സപ്താഹവേദികളായാലും സത്രവേദികളായാലും ശ്രോതാക്കൾ ആരും തന്നെ മനനം ചെയ്തുകൊണ്ട് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല. കേട്ട കാര്യങ്ങൾ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കഥകൾ ആവർത്തിച്ച് കാണാതെ പഠിച്ച് ഞാൻ ഈ ചെയ്യുന്ന പോലെ പ്രസംഗിക്കുക എന്നുള്ള രീതിയല്ല. പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേക സിദ്ധിയെന്നോ കഴിവെന്നോ ചെറുപ്പകാലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക സമ്പ്രദായമെന്നോ ഇതെല്ലാം തന്നെ പ്രസംഗത്തിൻ്റെ ചാതുര്യം ഉണ്ടാക്കിയെടുക്കും. രാഷ്ട്രീയക്കാരും പ്രസംഗിക്കുന്നു, നമ്മളും പ്രസംഗിക്കുന്നു. പക്ഷേ ഈ പ്രസംഗം എന്ന് പറയുന്നത് മനനം എന്നുള്ള രീതിയിലാക്കി കൊണ്ടുവന്നാൽ അതിലൂടെ നമുക്ക് ഭാഗവത കഥകളിലൂടെ ഉരുത്തിരിയുന്ന ശക്തമായിരിക്കുന്ന പ്രഭാവവും ഭാവവും ആർജിക്കാൻ കഴിയും. ഇതാണ് ലക്ഷ്യം. വിഷയത്തിലേക്ക് ഒന്നുകൂടി കടന്നു വരാം. വളരെയേറെ കടുത്ത 2 വിഷയങ്ങളാണ്. പൃഥ്വിചരിതമായാലും പുരഞ്ജനോപാഖ്യാനമായാലും നമ്മൾ ധ്യാനനിരതന്മാരായിട്ട് ആ കഥകളിലൂടെ കണ്ട കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ ഹിന്ദു വീണ്ടും ശക്തനാണ്, ശക്തനാകും. ശക്തി എന്ന് പറഞ്ഞ് ഓർന്ന് പോയി എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ എല്ലാ തരത്തിലും ആദ്യത്തെ ദക്ഷയാഗം കഥയിൽ നമ്മൾ കാണുന്ന ചരാചരഗുരുവായിട്ടുള്ള ജഗന്നിയന്താവായിരിക്കുന്ന കൈലാസാധിപതിയെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കണ്ടു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ദക്ഷിണാമൂർത്തിയെ നമ്മൾ ഉപാസിക്കുന്നുണ്ടോ? കൈലാസ സാനുക്കളിൽ ധ്യാനനിരതനായിട്ട് തെക്കോട്ടേക്കും തിരിഞ്ഞ് ശിഷ്യന്മാർക്കെല്ലാവർക്കും തന്നെ വിദ്യ പ്രദാനം ചെയ്യുന്ന ആ ദക്ഷിണാമൂർത്തിയെ നമ്മൾ ഉപാസിക്കുന്നുണ്ടോ? ദക്ഷിണാമൂർത്തിയെ ഉപാസിക്കാനായിട്ട് കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ചതുർത്ഥ സ്കന്ധത്തിലെ ആദ്യത്തെ പ്രകരണം, ധർമ്മപ്രകരണം, ദക്ഷയാഗം കഥ. അതിൽ നമ്മൾ കാണുന്ന ശിവപെരുമാള് ഈ പറയുന്ന അത്യന്ത ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഗുരുഭാവം ദക്ഷിണാമൂർത്തി ഭാവം,
അത് ഉൾക്കൊള്ളാനായിട്ട് കുട്ടികളെ നമ്മൾ ഒരുക്കി കഴിഞ്ഞാൽ സംസ്കാരം പൂർവ്വം ആ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഭാവത്തിലേക്ക് വരും, സംശയമില്ല. അപ്പോൾ പ്രഥമം ഈ പറയുന്ന ധർമ്മം, ആ ധർമ്മത്തെ ചൊല്ലിയുള്ള ദക്ഷയാഗം കഥ, അതിൽ ദക്ഷിണാമൂർത്തി സങ്കല്പം, ഇത് ഉറപ്പിക്കുക. ഈ ദക്ഷിണാമൂർത്തി സങ്കല്പം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ കപിലന്റെ ഗീത ഏതൊരു കാപിലേയം എന്ന് പറയുന്ന കനത്ത ആ ജ്ഞാനവൈരാഗ്യങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കേണ്ട ജ്ഞാനമാണോ പ്രതിപാദിക്കപ്പെട്ടത്, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപാസന. ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വഴിപാട് കഴിച്ച് വഴിപാടിൻ്റെ പ്രസാദവും വാങ്ങി തിരിച്ചു വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ അധപ്പതിച്ചില്ലേ? ശിവക്ഷേത്രത്തിൻ്റെ മുൻപിൽ ചെന്നാൽ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അല്പനേരം സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കുന്ന രീതി, അത് നമുക്കില്ലാതെ പോയില്ലേ? അത്തരത്തിൽ ധ്യാനനിരതനായിട്ടിരിക്കുന്ന ആ ദക്ഷിണാമൂർത്തി പഠിപ്പിക്കുന്നത് എന്താ? വ്യാഖ്യാനം മൗനത്തിലൂടെയുമാകാം. ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ നമ്മൾ കാണുന്ന ദക്ഷിണാമൂർത്തി സ്തോത്രവും മറ്റും നിങ്ങൾ പഠിച്ചാൽ ആദിശങ്കരൻ രചിച്ച് നമുക്ക് ഇട്ടുതന്നിരിക്കുന്ന സ്തോത്രത്തിലൂടെ കാണാൻ കഴിയുന്നത് മൗനം ദീക്ഷിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് സകലതും. കേൾക്കുന്നവരോ യാതൊരു സംശയവുമില്ലാത്ത ശിഷ്യന്മാർ സനകാദികളും അക്കൂട്ടത്തിൽ എല്ലാവരും യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല. മൗനമായിട്ടിരിക്കുന്ന ദക്ഷിണാമൂർത്തിയുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ശിഷ്യന്മാർ യാതൊരു ചോദ്യവും ചോദിക്കുന്നില്ല, മറുപടി കിട്ടുന്നില്ല എന്നുള്ള മട്ടിൽ നമുക്ക് തോന്നും. പക്ഷേ മൗനമായിട്ടിരുന്ന ഗുരു അവിടെ സംവദിക്കുന്നു, മൗനമായിട്ട് സംവദിക്കുന്നു, അത് കേൾക്കുന്നു. ഈ പറയുന്ന ശിഷ്യന്മാർ സർവ്വ സംശയങ്ങളും ദൂരീകരിക്കുന്നു എന്ന്. അപ്പം ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഊണ് കഴിഞ്ഞുറങ്ങരുത്. ഊണ് കഴിഞ്ഞുറങ്ങുക എന്നുള്ള രീതി ഇപ്പം ഞങ്ങൾ വക്കീലന്മാരും ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങുന്ന രീതിയിലേക്ക് പോകും. ഇവിടെയും ചിലരിങ്ങനെ തല ചാഞ്ഞുപോയി. അപ്പം അതേ രീതിയിൽ ഊണ് അധികമായിട്ടാണ് ഈ ഉറക്കം. നേരെ മറിച്ച് പരീക്ഷത്തിനെ പോലെ ആഹാരം അല്പം കുറച്ചാൽ, വെള്ളം അല്പം കഴിച്ചാൽ, അപ്പോൾ കൂടുതലായിട്ട് യാതൊന്നുമില്ലാതിരുന്നാൽ ഉറക്കം വരാതിരിക്കും. ഈ ഉറക്കം എന്ന് പറയുന്നത് പിന്നാലെ നിങ്ങൾ കാണും ഭാഗവതത്തിൽ വേദം ചോർന്നു പോയ കഥയാണത്. വേദം ചോർന്നുപോയി ഈ ബ്രഹ്മദേവന് മയങ്ങിയപ്പോഴാണ്. അങ്ങനെ ഉറക്കം വന്നപ്പോൾ ആലസ്യത്തിലാണ്ടപ്പോൾ മുഖത്ത് നിന്ന് വേദം അറിവ് ഇങ്ങനെ ചോർന്നു പോയപ്പോൾ ഭഗവാൻ അവതരിക്കേണ്ടി വന്നു മത്സ്യവിഗ്രഹനായിട്ട്. അതുകൊണ്ട് ഉറങ്ങാതെ ഉണർന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പിക്കുന്ന രീതിയാണ് തൃതീയ സ്കന്ധത്തിൽ നിന്ന് ചതുർത്ഥത്തിലേക്ക് വരുമ്പോൾ നാം കൈകാര്യം ചെയ്യുന്നത്. പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ സത്യത്തിൽ ഇതുപോലെ ഉറങ്ങാതിരിക്കുക. ഉറങ്ങാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാകുമ്പോഴും അതിൽ നിന്ന് വിടുതൽ നേടിയിട്ട് മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശക്തി സമാർജിച്ചിരിക്കണം. അതിനു വേണ്ടിയിട്ട് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള ഗുരുവിനെ ധ്യാനിച്ചിരിക്കണം. അതിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ വാർത്തെടുത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നത്തെ കഥയിലേക്ക് ധ്രുവൻ. ഈ ധ്രുവനിലൂടെ വീണ്ടും ഉറപ്പിക്കുകയാണ് പരമമായിരിക്കുന്ന ജ്ഞാനം. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. ഏതൊരു ധ്രുവചരിതമാണോ ഇട്ടു തന്നിട്ട് ഒടുവിൽ മൃത്യുവിൻ്റെ മസ്തകത്തിൽ ചവിട്ടിക്കൊണ്ട് അയാൾ കടന്നു കയറി എന്നാണ് കഥ. മൃത്യുവിൻ്റെ മസ്തകത്തിൽ ചവിട്ടിക്കൊണ്ട് കടന്നു കയറണമെങ്കിൽ മൃത്യു എന്ന് പറയുന്ന മൃതമായിരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഉയരണമെങ്കിൽ അമൃതമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തണ്ടേ? ഇതും ജ്ഞാനം. അപ്പം ഈ അമൃതം എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ ജ്ഞാന ആർണവം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആ അമൃതാവസ്ഥ എന്ന് പറയുന്ന ആത്മീയമായിരിക്കുന്ന അവസ്ഥ, ആത്മാവിൻ്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തി ധ്രുവൻ എന്ന് പറയുമ്പോൾ അവിടെയും വീണ്ടും ജ്ഞാനം ഉറപ്പിക്കുക. എന്നിട്ട് വേണം നമുക്ക് പൃഥുവിൻ്റെ കഥയിലേക്ക് കടക്കാൻ. പൃഥുവിൻ്റെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എത്രമാത്രം വളർന്നാലും വലുതായാലും നമ്മൾ എത്രമാത്രം കേമന്മാരാണെന്ന് പറഞ്ഞാലും നമ്മളെ അലട്ടുന്നൊരു ഏഷണയുണ്ട്. എന്താ ഏഷണ? ഏഷണ ആഗ്രഹം, ഡിസയർ. നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു ഏഷണയുണ്ട്. അതിൻ്റെ പേരാണ് ലോകേഷണ. ദാരേഷണ, പുത്രേഷണ അല്ലെങ്കിൽ വിത്തേഷണ എന്ന് പറയുന്ന പോലെ ലോകേഷണ എന്ന് പറയുന്നൊരു കാര്യം നമ്മളെ അലട്ടുന്നു. നിങ്ങൾ ദക്ഷയാഗം കഥയിൽ സതീദേവിയെ നല്ലപോലെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. ഭഗവാനെ കിട്ടിയതെൻ്റെ പതിയായിട്ട്, തൻ്റെ ഭർത്താവായിട്ട്, തൻ്റെ സർവസ്വമായിട്ട് ആ ബ്രഹ്മപദവിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈശ്വരൻ്റെ പദവിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈശ്വരൻ്റെ കൂടെ അങ്ങനെ സഹവർത്തിത്വം അല്ലെങ്കിൽ സഹധർമ്മിണിയായിട്ട് വർത്തിക്കുന്ന സാക്ഷാൽ സതീദേവിക്ക് പോലും തൻ്റെ അച്ഛൻ നടത്തുന്ന ദക്ഷയാഗം കാണണം, പോലും അമ്മയെ കാണണം, സഹോദരിമാരെ കാണണം, അതുപോലെ ബന്ധുക്കളെയും മിത്രങ്ങളെയും കാണാനുള്ള കൊതി, അത് വാസ്തവത്തിൽ ഈശ്വരനെ കിട്ടിയിട്ടും ഇല്ലാതെ പോകുന്നൊരവസ്ഥ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഭാഗവതത്തിലൂടെ നമുക്ക് എന്തെല്ലാം കിട്ടിയിട്ടും അത് വിനിയോഗിക്കാനുള്ള സന്മനസ്സില്ലാതെ പോകുന്നു. നമ്മുടെ ഭോജനീയ സ്വാമികൾ അനവധി കൃതികൾ രചിച്ചു തന്നു. അത് പഠിക്കാനും അത് ഉപയോഗിക്കാനുള്ള സന്മനസ് നമുക്കില്ല. സത്യമത.
അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ആധ്യാത്മികത നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അപൂർവമായിട്ട് കിട്ടുന്ന സന്യാസിവര്യന്മാരുടെ സാന്നിധ്യം അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ നമ്മൾ കാട് കയറിപ്പോകുന്നു എന്നുള്ള നഗ്നസത്യം. ഇവിടെയും രണ്ടാമത് ആ ധ്രുവചരിതം എന്നെടുത്തു നോക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാദശാക്ഷരി മന്ത്രം അത് ലഭിച്ചു ഈ പറയുന്ന നാരദനിൽ നിന്ന്. ആ ധ്യാനാദികൾ നടത്തിക്കൊണ്ട് തപസ്സനുഷ്ഠിച്ച ആ ധ്രുവകുമാരന് ഭഗവാനെ കിട്ടി. ആ ഭഗവാനെ കിട്ടിയിട്ടും ചോദിച്ചതെന്താ? രാജ്യം വേണം, രാജ്യം ഭരിക്കണം, നഷ്ടപ്പെട്ടു പോകരുത്, അത് അച്ഛൻ്റെ മടിയിൽ കയറണം, ഇത്യാദി ചിന്തകളാണ്. അതും ലോകേഷണ തന്നെ. അപ്പം ഈ ഏഷണ എന്ന് പറയുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് വിനിവർത്തിക്കാനായിട്ട് നമുക്ക് ആധ്യാത്മിക സാധനയിൽ സാധിക്കുന്നില്ല എങ്കിൽ, ഈശ്വരനെ കിട്ടിയിട്ട് പോലും അത് നേടാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ആ ധ്രുവന്റെ പരമ്പരയിലുള്ള ഈ അങ്കരെ തുടർന്നുണ്ടായ ഓരോരോ കഥകൾ, ഈ പൃഥു എന്ന് പറയുന്ന രാജാവിൻ്റെ കഥയും അതുപോലുള്ള കഥകളിലേക്കൊന്ന് എത്തി നോക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യം വീണ്ടും സൂചിപ്പിക്കുകയാണ്. ഈ പറയുന്ന പൃഥുവിൻ്റെ ചരിതത്തിലേക്ക് കടക്കുമ്പോൾ, ആ പൃഥുവിൻ്റെ ചരിതത്തിൽ 11 അധ്യായങ്ങളെ കൊണ്ട് ആചാര്യന്മാർ പറഞ്ഞു പഠിപ്പിക്കും. അത് പഞ്ചേന്ദ്രിയങ്ങൾ 5, അത് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ 5ഉം 5ഉം 10ഉം ആ മനസ്സുൾപ്പെട്ട ആ 11 കൂട്ടം കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. മനസ്സ് വളരെയേറെ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്ന്. അത് ഈ പറയുന്ന പഞ്ചേന്ദ്രിയജ്ഞങ്ങളായിട്ടുള്ള വികാരങ്ങൾ കൊണ്ട് അടിപ്പെട്ടാലോ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാ തരത്തിലും കണ്ണുകൊണ്ട് കാണണമെന്നും, മൂക്കുകൊണ്ട് മണക്കണമെന്നും, നാക്കുകൊണ്ട് രുചിക്കണമെന്നും, ചെവി കൊണ്ട് കേൾക്കണമെന്നും, ത്വക്കുകൊണ്ട് സ്പർശിക്കണമെന്നുമുള്ള ആഗ്രഹങ്ങൾ അതൊരിക്കലും അവസാനിക്കാത്തിടത്തോളം കാലം മനസ്സ് കലുഷിതമായിരിക്കും. അങ്ങനെ വളരെയേറെ മോശമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമയായാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അവിടെ കാമനകൾ വരും. തുടർന്നുള്ള പ്രഭാഷണത്തിൽ ഒരു വിഷയം ഞാൻ കണ്ടു. ആ വൈകുന്നേരം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ വിഷയത്തിൽ ശരീരവും മനസ്സും ആത്മാവും, അവിടെയും വാസ്തവത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ടൊരു ധാരണ ഹിന്ദുക്കൾക്ക് വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ ഗീതാവചനം എടുത്തിടും. അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി ഭാവക. അപ്പം ഇതേ രീതിയിലുള്ള വചനങ്ങൾ ചൊല്ലിക്കൊണ്ട് അപ്പോഴും പിടുത്തം കിട്ടുന്നില്ല. എന്താണാവോ ഈ ആത്മാവ്? അതെവിടെയാണ് ഇരിക്കുന്നത്? പോരുന്ന വഴിക്ക് വല്ലയിടത്തും കച്ചവട സ്ഥലത്ത് വല്ല വാങ്ങാൻ കിട്ടുമോ? ഈ രീതിയിൽ ക്രൈസ്തവർ ചുവരെഴുതി വയ്ക്കും. എന്താ എഴുതി വയ്ക്കുന്ന? ആത്മാവ് നഷ്ടപ്പെട്ടവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന്. ആത്മാവ് നഷ്ടപ്പെടാനൊന്നുമില്ല. സർവ്വചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് സൂത്രേ മണികണായവ എന്ന് പറയുന്ന രീതിയിൽ ഒഴുകിപ്പോകുന്ന ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ആർക്കാണ് അധികാരം? അതുകൊണ്ടാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മാത്രമേ അത് വ്യക്തമായിട്ടും ഒരു ഡിഫൈൻ ചെയ്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നുള്ളൂ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഗുണകാമ ആത്മാവിനെ മാനസം എന്ന് ചൊല്ലൂ, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ. അപ്പോൾ ഗുണകാമാത്മാവിനെ മാനസമെന്ന് ചൊല്ലൂ, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ. തമ്മിലൊരു വേർതിരിവില്ലാതെ ഒരേ ഒരു സംഗതിയെ അന്ധക്കരണമെന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷത്തെ ആന്തരികമായിട്ട് ഉപകരണത്തെ തന്നെ മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ചിത്തമായിട്ടും അഹങ്കാരമായിട്ടും ഇതെല്ലാം തന്നെ വിട്ടിട്ട് ആത്മാവായിട്ടും ചിത്രീകരിച്ചു. ഒരേ ഒരു സംഗതി. അങ്ങനെയുള്ള ഈ ആത്മഭാവം അത് തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗങ്ങളൊക്കെ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും പ്രാപഞ്ചികമായിട്ടുള്ള വ്യവഹാരങ്ങളിലേക്ക് ചെന്ന് അങ്ങേയറ്റം അധപ്പതിക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ. പൃഥുചരിതം കേൾക്കുമ്പോഴും ഈ പൃഥു എന്ന് പറയുന്ന രാജാവിൻ്റെ പേരോടുകൂടിയിട്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്നുള്ള പേര് കിട്ടിയത്. പൃഥ്വി എന്ന് പറയുന്ന പേര് കിട്ടിയതോടുകൂടി എത്രമാത്രം പ്രശസ്തമാണ് നമ്മുടെ ഭൂമിയുടെ പേര്. പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയും വളരെ പേരുള്ള ഒരാളായിട്ട് മാറി. ഏതായാലും അങ്ങോട്ടേക്ക് കടക്കുമ്പോഴാണ് ധ്രുവന്റെ പരമ്പരയിൽപ്പെട്ടിട്ടാണ് ഇദ്ദേഹം. ധ്രുവൻ എന്ന് പറയുന്ന ദൃഢനിശ്ചയമുള്ള വ്യക്തിയാണ്. ഞാൻ ഈ പറയുന്ന മൃത്യുവിൻ്റെ മസ്തകത്തിൽ ചവിട്ടും എന്നത് ദൃഢനിശ്ചയമുള്ളവനാണ്. മരണവക്ത്രത്തിൽപ്പെട്ടാലും ഞാൻ അതിനെ അതിജീവിക്കും എന്ന ദൃഢനിശ്ചയമുള്ളതാണ്. നമുക്കാർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ ഉത്താനപാദൻ്റെ മകനായിട്ട് പോലും, ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്, ഉത്താനപാദൻ്റെ മകനായിട്ട് പോലും, തലകിഴക്കണം തോക്കായിട്ടുള്ളൊരു പ്രാപഞ്ചികൻ്റെ മകനായിട്ട് പോലും, സുരുചി സുനീതി എന്ന ഭാര്യമാരിൽ സുരുചിയോട് താല്പര്യമുള്ളൊരു വ്യക്തിയുടെ മകനായിട്ട് പോലും കഥാഗോളങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഈ പറയുന്ന ധ്രുവകുമാരനിൽ ഇത്രമാത്രം വ്യത്യാസം എങ്ങനെ വന്നു? അവിടെയാണ് നാരദൻ്റെ കരവിരുത്. ഈ നാരദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ദ്വാദശാക്ഷരി മന്ത്രം സ്വീകരിച്ച് ഒരു തികഞ്ഞ പ്രാപഞ്ചികനായ ഉത്താനപാദൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ പുത്രനായിട്ട് കൂടി അദ്ദേഹത്തിന് സാധിച്ചു മൃത്യുവക്ത്രത്തെ അതിക്രമിക്കാൻ, മൃത്യുവിനെ അധികരിച്ചുകൊണ്ട് അമൃതം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്താൻ. അവിടെയും ആത്മഭാവത്തിലേക്ക് എത്തുകയാണ്. ഈ ആത്മഭാവം എന്ന് പറയുന്നത് അനുഭൂതി ദശയിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ്.
എനിക്ക് പറഞ്ഞു തരാനോ എനിക്ക് എടുത്തു തരാനോ അത്തരത്തിൽ കാണിച്ചു തരാനോ. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ തക്ക രീതിയിൽ പുരാണ ഇതിഹാസങ്ങളോ വേദവും വേദാന്തവുമോ അതെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൃഥ്വിചരിതത്തിലേക്ക് കടക്കുന്നു. ആ കഴിഞ്ഞ 2 കഥകൾ അടിത്തറയായിട്ട് വേണം പോകാൻ. നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാഗവതത്തിൽ ആദ്യം മുതൽ ആ കഥകളെല്ലാം ഏതൊരു ഏണിപ്പടികളാണോ, നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു വാക്ക് ഏണിപ്പടികൾ, കയറി കയറി മുകളിലേക്ക് പോകാനുള്ള പടികളാണ് നമ്മൾ ചവിട്ടുന്നത്. അതിലൂടെ കടന്നു പോകുമ്പോൾ അവയെ ഉപേക്ഷിക്കുകയല്ല, അതുകൊണ്ട് സ്ഥിരമാക്കുക, ദൃഢമാക്കുക, ഉറച്ചുറച്ച് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രേണി അല്ലെങ്കിൽ അതിനുള്ള കോണിപ്പടികളാണ് ഈ പറയുന്ന കഥകളെന്ന് കണ്ടിട്ട് ഈ വേനൻ്റെയും അംഗരാജാവിൻ്റെയും പൃഥുവിൻ്റെയും ഒക്കെ കഥയിലേക്കൊന്ന് കടക്കാം. ഇവിടെ 13-ാമത്തെ അധ്യായം ചതുർത്ഥ സ്കന്ധത്തിൽ ഈ 13-ാമത്തെ അധ്യായത്തിലാണ് ഈ പറയുന്ന പൃഥുവിൻ്റെ ചരിതം തുടങ്ങുന്നു. 13-ാമത്തെ അധ്യായത്തിലെ തുടക്കം തന്നെ വളരെ രസകരമാണ്. നമ്മളിൽ ഉറപ്പിക്കാനുള്ളൊരു ആധ്യാത്മിക സത്ത അവിടെ പ്രകടമാണ്. പലപ്പോഴും രാവിലെയുള്ള പൂജനീയ ഭൂമാനന്ദ സ്വാമികളുടെ ആ പ്രഭാഷണം നിങ്ങൾ കേൾക്കാറുണ്ടാകും. അതുപോലെ തീക്ഷ്ണമായിട്ടുള്ള പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എവിടെയും, ഭാഗവതത്തിൽ എവിടെയും. ഓരോ പേജെടുത്താലും അവിടെയെല്ലാം തന്നെ മണിക്കൂറുകളോളം ചിന്തിച്ചിരുന്ന് ഉറപ്പിക്കാനുള്ള സകല സംഗതികളും ഉണ്ടാകും. ഇവിടെയും ധ്രുവസ്യാജ ഉൽക്കലപുത്ര എന്നിട്ട് പിതരി പ്രസ്ഥിതേവനം സാർവഭൗമശ്രിയം നൈച്ഛാദധി രാജാസനം പിതു സ ജന്മനോപശാന്തത്മാ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ധ്രുവൻ്റെ മക്കൾ അക്കൂട്ടത്തിൽ ഉൽക്കലൻ എന്ന് പറയുന്ന വ്യക്തി, അയാൾ വാസ്തവത്തിൽ രാജ്യഭാരമേൽക്കാതെ എത്തരത്തിലായി. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന ധ്രുവൻ്റെ അച്ഛൻ്റെ സ്വഭാവം, ധ്രുവൻ്റെ അച്ഛൻ ഉത്താനപാദൻ എന്ന് പറയുന്ന കഥാപാത്രം തികഞ്ഞ പ്രാപഞ്ചികൻ. അയാൾക്കുണ്ടായ ധ്രുവകുമാരനാണെങ്കിൽ അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് 5 വയസ്സുള്ളപ്പോൾ തപസ്സിന് പോയത്. ഭാഗ്യം കൊണ്ട് ഈ നാരദരെ കിട്ടി, മഹാഭാഗ്യം കൊണ്ട് മന്ത്രദീക്ഷ കിട്ടി, മഹാഭാഗ്യം കൊണ്ട് ഭഗവാനെ പ്രഭുവിൻ്റെ ലാഭം കിട്ടി. മാതാപിതാക്കളുടെ അനുഗ്രഹവും അക്കൂട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദ്യമവും ആ പ്രാരബ്ധവും ഗുരുവിൻ്റെ ലാഭവും ഈശ്വര ലാഭവും ഇതെല്ലാം തന്നെ സാധിച്ച ആ ധ്രുവകുമാരൻ്റെ പരമ്പരയിൽപ്പെട്ട ഉൽക്കലൻ്റെ സ്വഭാവം ഒന്ന് നോക്കൂ. സ ജന്മനോപശാന്താത്മാ നിസ്സംഗ സമദർശന ദദർശ ലോകേ വിദതം ആത്മാനം ലോകമാത്മനി ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്ത അമിത വിഗ്രഹം അവബോധരസൈകാത്മാനന്ദം അനുസന്തതം അവ്യവച്ഛിന്ന യോഗാഗ്നിർദഗ്ധ കർമ്മമലാശയ സ്വരൂപം ഔരന്ധാനോ നാന്മനോന്യം തദേക്ഷത ജഡ അന്ധബെതിരോന്മത്ത മൂകാകൃതിരതന്മതി ലക്ഷിതപ്പതി ബാലാനാം പ്രശാന്താർച്ചിരിവാനല മത്വാദം ജഡമുന്മക്തം കുലവൃദ്ധാസമന്ത്രണ വത്സരം ഭൂപതിം ചക്രർ യവീയാം സംഭ്രമേ സുതം. രാജ്യം ഏൽക്കാതെ ഈ ഉൽക്കലൻ എന്ന് പറയുന്ന വ്യക്തിയിൽ തുടർന്ന് വാസ്തവത്തിൽ രാജ്യം ഭരിക്കാനായിട്ട് വന്നത് വത്സരൻ. അപ്പം ഇത്തരത്തിലുള്ളൊരു വ്യക്തി ജന്മനാ തന്നെ സിദ്ധനും യോഗ്യനുമാകുന്നു. നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. തിരുമുമ്പിൻ്റെ ആ പരിഭാഷ വളരെ രസകരമായതുകൊണ്ട് ഞാനന്നിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. ഏതായാലും ജനിച്ച പാടെ തന്നെ എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മൂലം ഭാഗവതത്തിലെ സംസ്കൃതത്തിൻ്റെ ആ പ്രയോഗങ്ങളെല്ലാം തന്നെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ധ്രുവൻ കാട്ടിൽ ഗമിക്കേ തൽപുത്രനാം ഉൽക്കലാഭിതൻ ആഗ്രഹിച്ചില്ല രാജാധിരാജശ്രീയെ വരിക്കുവാൻ. പഞ്ചമസ്കന്ധത്തിൽ പ്രിയവ്രതനും ഇത്തരത്തിലായിരുന്നു. പ്രിയവ്രതനൻ രാജ്യം ഭരിക്കാൻ കൂട്ടാക്കിയില്ല, അച്ഛൻ പറഞ്ഞിട്ടും കേട്ടിയില്ല. അപ്പോൾ അപ്പൂപ്പം വന്ന് പറഞ്ഞിട്ടാണ് പിന്നാലെ രാജ്യം ഭരിക്കാം, വിവാഹം കഴിക്കാം എന്നെല്ലാം ഏറ്റത്. ഇവിടെയും ജനിച്ച കാലം മുതൽ ശാന്തനാണ്. ജനിച്ചന്നേ ശാന്തൻ, അതുപോലെ നിസ്സംഗൻ, സമദർശനൻ, കണ്ടാൻ വിശ്വത്തിൽ ആത്മാവിനെയും ആത്മാവിൽ വിശ്വവും. ഭാഗവതത്തിൻ്റെ ഏതൊരു ഭാഗമെടുത്താലും ഭാഗവതത്തിൻ്റെ ലക്ഷ്യം വ്യക്തമാണ്. ഏതൊരു കഥാപാത്രത്തെ പഠിച്ചാലും ഇത്തരത്തിലാകണമെന്ന് വളരെ വ്യക്തമാണ്. കണ്ടാൻ വിശ്വത്തിൽ ആത്മാവിനെ, ആത്മാവിൽ വിശ്വത്തെയും. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നതിൽ വിശ്വം മുഴുവനുണ്ട് എന്നും വിശ്വത്തിൽ മുഴുവൻ ആത്മാവാണ് എന്നും. ആത്മാവെന്ന് പറയുന്ന വാസുദേവൻ, ആത്മാവെന്ന് പറയുന്ന ഞാൻ, ആത്മാവെന്ന് പറയുന്ന ഞാൻ ഈശ്വരൻ. അപ്പം ഈ ആത്മാവെന്ന് പറയുന്ന ആത്മഭാവം എവിടെയും കണ്ടുകൊണ്ട് യോമാം പശ്യതി സർവത്ര സർവഞ്ചമയി പശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞതും ഇതുതന്നെ അർത്ഥം. അപ്പോൾ എല്ലാ തരത്തിലും എന്നെ എല്ലായിടത്തും കണ്ടുകൊണ്ട്, എല്ലായിടത്തും ഞാനാകുന്ന ആത്മാവിനെ കണ്ടുകൊണ്ട്, ഞാനാകുന്ന ആത്മാവല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ഉൽക്കലൻ കാലം കഴിച്ചത്.
രാജ്യഭാരം വെക്കാതെ തികഞ്ഞ ആധ്യാത്മികവാദിയായിട്ട് അത് അനുഭൂതി രസത്തിൽ, അനുഭൂതി ദശയിൽ ഒട്ടും തന്നെ ഇങ്ങനെ പുറം മൂച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രീതിയല്ല, അത് വിട്ടിട്ട് സ്വയം അനുഭവിച്ചുകൊണ്ട് കണ്ടാൻ വിശ്വത്തിലാത്മാവിനെ ആത്മാവിൽ വിശ്വത്തെയും യോഗാഗ്നിയാൽ കർമ്മമലം നിശേഷം ചാമ്പലാകവേ ആത്മാവിനെ ദേഹബന്ധമറ്റൊരാ ബ്രഹ്മരൂപനായി ജ്ഞാനൈകരസമാം നിത്യ ആനന്ദമായി സ്വസ്വരൂപമായി കാണുകയാൽ സർവവും ബ്രഹ്മമയമായി കണ്ടിതാത്മനി. എന്നിട്ടോ കാഴ്ചയ്ക്കന്ധൻ ജഡൻ മൂകൻ ഭ്രാന്തൻ ബധിരനായുമേ കാണപ്പെട്ടാൻ അജ്ഞരാൽ ആ വിജ്ഞൻ എങ്ങനെ കത്താത്തൊരഗ്നി പോൽ. അപ്പോൾ വളരെ ഒരഗ്നിക്ക് സദൃശമായിട്ട് അദ്ദേഹം ഈ ലോകം മുഴുവൻ ജ്ഞാനാഗ്നി അതിന് സദൃശമായിട്ട് സഞ്ചരിക്കുന്നു. ഗീതയും പഠിപ്പിച്ചത് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ അർജുന. അപ്പോൾ എല്ലാ തരത്തിലും ഈ ജ്ഞാനാഗ്നി എന്ന് പറയുന്ന അറിവിൻ്റെ പരമകാഷ്ഠയിൽ ഉൽക്കലൻ എന്ന് പറയുന്ന ധ്രുവസന്തതി രാജ്യം സ്വീകരിക്കാതെ ഭരണമേൽക്കാതെ എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട വത്സനും അതേ രീതിയിൽ വീണ്ടും അങ്കനും അങ്ങനെ ഓരോരുത്തരെയായിട്ടിങ്ങനെ ആ രാജ്യഭാരം ഏൽപ്പിക്കുന്ന രീതി നമ്മൾ കണ്ടത്. ഈ അങ്കനാണെങ്കിൽ അങ്കൻ, ധ്രുവന്റെ പരമ്പരയിൽപ്പെട്ട അംഗരാജാവ്, അദ്ദേഹത്തിന് കുട്ടികളില്ലാതെ പോന്നു. ഒരശ്വമേധയാഗം നടത്തുന്നു. ഭാഗവതത്തിലെ കഥയിൽ അശ്വമേധയാഗം നടത്തുന്നു. ഈ അങ്കൻ നടത്തിയ അശ്വമേധയാഗത്തിൽ ദേവന്മാരാരും എത്തി നോക്കുന്നില്ല. വളരെയേറെ രസകരമായിട്ടുള്ള രംഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അശ്വമേധയാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാണനെ, ജീവനെ പരമാത്മാവിൽ ലയിപ്പിക്കാനുള്ള യാഗമാണ്, യോഗത്തിനുള്ളതാണ്. യോഗം എന്ന് പറയുന്നത് പരസ്പരം ഈശ്വരനും താനുമായിട്ട് യോജിക്കുന്ന ആ ഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അശ്വമേധയാഗം. അത് നടത്തിയപ്പോൾ ദേവന്മാരാരും അവരുടെ ഹവർഭാഗം കൈക്കൊള്ളാനായിട്ട് എത്തി നോക്കിയില്ല എന്ന്. ഇതിൻ്റെ കാരണം ആരാഞ്ഞപ്പോഴാണ് ഒരു കുട്ടിയില്ല, ഒരു പുത്രനില്ല. പുത്രനില്ലാത്തത് കൊണ്ട് ദേവന്മാർ സന്തോഷിക്കുന്നില്ല, അവർ വരുന്നില്ല, യാഗത്തിൻ്റെ ഭാഗം അവർ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അയാൾ നടത്തുകയാണ് പുത്രകാമേഷ്ടി. ഇവിടെയും നമ്മൾ ചിന്തിക്കണം, ഭാഗവതം ഏതൊരു സംഗതിയാണോ മോശമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നല്ലതല്ല എന്ന് സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ പാടില്ല ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത്, ആ സംഗതിയാണ് വീണ്ടും അങ്കൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിത്യനൈമിത്യ കാമ്യ കർമ്മങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടോ മകൻ വേണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പുത്രൻ വേണമെന്നുള്ള ചിന്ത വന്നിട്ട് പുത്രകാമേഷ്ടി നടത്തുന്നു. പുത്രനെ കാമിച്ചുകൊണ്ട്, പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട്, ഉണ്ടാകണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇഷ്ടി ഒരു യോഗത്തിലേക്ക് കടക്കുന്നു എന്ന്, ഒരു യാഗത്തിലേക്ക് കടക്കുന്നു എന്ന്. അവിടെയും അതിൻ്റെ ഫലമായിട്ടുണ്ടായതാര? അയാളുടെ പേരാണ് വേനൻ, ദുഷ്ടബുദ്ധി. ജന്മനാ തന്നെ ദുഷ്ടൻ, അയാളുടെ പ്രവൃത്തികളെല്ലാം തന്നെ വളരെ മോശം. അപ്പോൾ എല്ലാ തരത്തിലും ദുഷ്ടനായിട്ട് ജനിച്ച ആ വേനൻ്റെ സൃഷ്ടിക്ക് കാരണം നമ്മളൊന്ന് ചോദിക്കണം, എന്തിനാണാവോ ഈ അങ്കൻ ഇത്തരത്തിലൊരു പ്രയത്നത്തിന് തുനിഞ്ഞത്? ഭാഗവത മാഹാത്മ്യം നിങ്ങൾ കേട്ടപ്പോൾ ഒരു ദ്വന്ദ്കാരിയെപ്പറ്റി ഇങ്ങനെ പലവട്ടം പറയുന്നത് കേട്ടു. ദ്വന്ദ്കാരി എന്ന് പറയുന്നത് കിട്ടാൻ അർഹതയില്ലാത്തൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചപ്പോൾ ഉണ്ടായതല്ലേ? അപ്പോൾ തനിക്ക് യോഗ്യതയില്ല, ജാതകത്തിൽ അതിന് ഒരവസരമില്ല എന്ന് കണ്ടിട്ടും കുട്ടിയെ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ഒരു പഴം കിട്ടിയിട്ട് എന്ത് ഫലമുണ്ടായി? അതെല്ലാം തന്നെ പശുവിന് കൊടുത്തും പശുവിലൂടെ ഒരു കുട്ടിയെ ജനിച്ചും തൻ്റെ കുട്ടി എന്നുള്ള രീതിയിൽ ഒരു അനുജത്തിയുടെ കുട്ടിയെ എടുത്തു വളർത്തിയും അവൻ ദുഷ്ടനായും എല്ലാവരെയും ഉപദ്രവിക്കുന്ന അയാളുടെ ആ ഭീതി അതെല്ലാം തന്നെ ഇങ്ങനെ പടർന്നു വന്നപ്പോൾ രക്ഷപ്പെടാനായിട്ട് അച്ഛൻ കാട്ടിലേക്ക് തീർത്ഥയാത്രയ്ക്ക് പോകുന്നതുമൊക്കെ നമ്മളവിടെ വായിച്ചു. അപ്പോൾ ഇഷ്ടി എന്ന് പറയുന്ന ഈ യാഗം നടത്തിയിട്ട് നിർബന്ധമായിട്ട് പിടിച്ചു വലിച്ച് നമുക്ക് വിധിയില്ലാത്ത ഒരു സംഗതി വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കെടുതി ഇതെല്ലാം തന്നെ വ്യക്തമാക്കുകയാണ് വേനലിലൂടെ. നമ്മൾ പലപ്പോഴും ഇന്നിപ്പോൾ എനിക്ക് പറയാൻ നിവൃത്തിയില്ല, ഈ ജ്യോത്സ്യന്മാരും അതുപോലെ മന്ത്രവാദികളെന്ന് പറയുന്ന ഈ മന്ത്രതന്ത്രാദികൾ കൈകാര്യം ചെയ്യുന്നവരും നമുക്ക് അർഹതയില്ല ജാതകത്തിൽ എന്ന് കണ്ടാൽ പോലും ഒന്ന് യോജിപ്പിക്കാൻ നോക്കും. യോജിപ്പിക്കൽ മാത്രമല്ല, എന്നിട്ട് കുട്ടികൾ ഉണ്ടാകാനായിട്ട് പല പല വിദ്യകളും പറഞ്ഞു കൊടുത്തു നോക്കും. ഒരുപക്ഷെ എതിർച്ചയ ഈ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക അവസ്ഥ ശക്തമായിട്ടുള്ള ഈ ഉപാസകന്മാരുടെ ശക്തിവൈഭവം കൊണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നു എന്നും വരും. പക്ഷെ അതിൻ്റെ പരിണതഫലമായിട്ട് ഉണ്ടാകുന്ന മുഴുവൻ ഈ ദുഷ്ടജാതി, ഒരു പ്രത്യേക രീതിയിലുള്ള ജീവികൾ അല്ലെങ്കിൽ മക്കൾ, മരുമക്കൾ ഇവയെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കുറ്റങ്ങൾ ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമല്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പശുമാംസം ഭക്ഷിക്കണമെന്നുള്ളൊരു ത്വര? എന്തുകൊണ്ടാണ് ഈ ബീവറേജസ് കോർപ്പറേഷൻ വിറ്റ് വളരെയേറെ ഇങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കുന്ന ഈ മദ്യം കുടിക്കണമെന്നുള്ളൊരു ത്വര? നമ്മൾ ഭാഗവതം കേട്ടിട്ടും എന്തേ ഇത് മാറാത്തത്? സപ്താഹവേദിയിലേക്ക് ചെല്ലുമ്പോൾ കുമുകുമ മണക്കുന്ന സംഘാടകരെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. അതായത് സംഘാടകർ പോലും
അടുത്തു വന്ന് സംസാരിച്ചാൽ ഈ മദ്യത്തിൻ്റെ മണം കൊണ്ട് നമ്മൾ ശ്വാസം മുട്ടി ഉരുണ്ടു വീഴും. അതേ രീതിയിലുള്ള രീതി ഇതെങ്ങനെ വന്നു? ഈ ത്വര, ഈ ടെൻഡൻസി അതെങ്ങനെ വന്നു? അവിടെയാണ് വാസ്തവത്തിൽ ജന്മത്തിൻ്റെ തകരാറ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എല്ലാ തരത്തിലൊരു ജന്മം ഉണ്ടാകണമെങ്കിൽ ഒരു സത്പുത്രനെ വാർത്തെടുക്കാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അതൊരു ധർമ്മമായിട്ടെടുക്കുക മാത്രമല്ല, വ്രത അനുഷ്ഠാനങ്ങളിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ സിദ്ധന്മാരും യോഗിമാരുമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ചട്ടമ്പിസ്വാമി പരമ്പരയിൽ നമ്മൾ കാണുന്നുണ്ട് നീലകണ്ഠ തീർത്ഥപാദര്. ആ നീലകണ്ഠ തീർത്ഥപാദർ നന്നേ ചെറുപ്പത്തിലെ തന്നെ സമാധിസ്ഥനായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ യോഗ്യത അതറിയാം, ഗുരു തന്നെയാണ് ശിഷ്യനെ സമാധിയിരുത്തിയത്. പക്ഷേ ഇത്തരത്തിൽ ജനിച്ചു വീണ മഹാനുഭാവൻ തപസ്വാധ്യായ നിരതന്മാരായിട്ടുള്ള ദമ്പതിമാർക്കുണ്ടായതാണ്. അതുപോലെ നമുക്കറിയാം കാലടിയിൽ ജനിച്ചു എന്ന് പറയുന്ന ആദിശങ്കരൻ. അവിടെയും വാസ്തവത്തിൽ ആ ദമ്പതിമാര് വടക്കനാഥനെയോ ശിവനെയോ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ ആ ശിവന്റെ അവതാര സ്വരൂപമാണ്. നമ്മൾ എല്ലായ്പ്പോഴും അവതാര സ്വരൂപത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ദാമ്പത്യ ജീവിതം. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ടതൊന്നുമല്ല, അത് ആവശ്യമാണ്. കാരണം എന്താ? സന്യാസി വര്യന്മാരെ വാർത്തെടുക്കാം, യോഗീശ്വരന്മാരെ വാർത്തെടുക്കാം, ശ്രേഷ്ഠമതികളെ വാർത്തെടുക്കാം. ഏതായാലും വേദവ്യാസനെ വാർത്തെടുത്തത് നമ്മൾ കണ്ടു. ഈ വേദവ്യാസനെ പോലുള്ള അപൂർവ സൂരികളെ, സുഹൃതികളെ, ശ്രേഷ്ഠമതികളെ, അവതാര പുരുഷന്മാരെ, ഇവരെ എല്ലാവരെയും വാർത്തെടുക്കുന്ന ദാമ്പത്യത്തിലൂടെയാണ്. ആ ദാമ്പത്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ വാസ്തവത്തിൽ പുത്രകാമേഷ്ടി നടത്തിക്കൊണ്ട് കിട്ടാൻ അർഹതയില്ലാത്തൊരു കുട്ടിയെ അങ്ങനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇവിടെ സർവത്ര ദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തി ജനിച്ചു എന്ന് നമ്മളിവിടെ കണ്ടു. ഏതായാലും ഈ വേലൻ്റെ ജനനം, ഈ വേലനാണെങ്കിൽ പറയുന്നത് എന്താ? ബാലിശാബദയൂയം വ അധർമ്മേ ധർമ്മമാനിന യേ വൃത്തിതം പതിം ഹിത്വാ ജാരം പതിമുപാസതേ അവജാനം ദ്യമീമൂഢ നൃപരൂപിണമീശ്വരം നാനവിന്ദന്തി തേ ഭദ്രം ഇഹ ലോകേ പരത്രജ കോ യജ്ഞപുരുഷോ നാമയത്ര വോ ഭക്തിരീദൃശി ഭർത്തൃസ്നേഹവിദൂരാണാം യഥാ ജാരേ കുയോഷിതാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർയമോ രവി പർജന്യോധനത സോമ ക്ഷിതിരഗ്നിരപാമ്പതി ഏതേ ജന്യജ വിബുധ പ്രഭവോ വലശാപയോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപ. നല്ല യുക്തിയാണ് വേനനുള്ളത്. ദുഷ്ടനാണെങ്കിലും അയാളുടെ യുക്തി എന്താ? ഈ ബ്രഹ്മാദേവന്മാരെയും അല്ലെങ്കിൽ ശക്രാദേവന്മാരെയും അഷ്ടദിക്പാലന്മാരെയും ഒക്കെ പൂജിച്ചിട്ട് എന്താ കാര്യം? സർവ്വദേവമയനായിട്ടുള്ള രാജാവ് ഞാൻ തന്നെയാണ്, എല്ലാത്തിനും അധികാരി. ഐ ആം ദ മൊണാർക്ക് ഓഫ് ഓൾ ദാറ്റ് ഐ സർവേ എന്ന് ലൂയി 14 പണ്ട് പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാ തരത്തിലും എന്നെ വിട്ടിട്ട് ആരാധ്യപുരുഷനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അയാളെ മാനിക്കണമെന്ന് പറഞ്ഞു. വളരെ വികൃതമായിട്ടുള്ള രാജ്യഭരണം, എല്ലാ തരത്തിലും മോശപ്പെട്ട രീതികൾ അവലംബിച്ച് ഈ വേനെ കൊണ്ട് നിൽക്കക്കളിയില്ലാതെ ഋഷീശ്വരന്മാർ പോലും അയാളെ കൊല്ലുന്നതിന് വേണ്ടി നമ്മൾ കാണുകയാണ്. തുടർന്ന് യുദ്ധം വ്യവസിതാഹന്തും ഋഷയോ രൂഢമന്യവ നിജഗ്നാർഹും കൃതയേർവേനം ഹതം നച്യുത നിന്ദയ. ഹുംകാരം കൊണ്ട് കൊന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹും എന്ന് പറഞ്ഞാൽ ആരും മരിക്കാനിടയില്ല. പക്ഷേ ഗൗതമർഷിയുടെ കഥയിൽ ഗൗതമൻ, അദ്ദേഹത്തിൻ്റെ കഥയിൽ ബ്രാഹ്മണന്മാരെല്ലാവരും കൂടി ഗൗതമർഷിയെ ഈ ദേവീ ഭാഗവത കഥയിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടൊരു വിദ്യ കണ്ടുപിടിച്ച ഒരു ചാവാലി പശുവിനെ ഗൗതമർഷിയുടെ ആ നിലത്തിലേക്ക് കൊണ്ടുവന്നു വിട്ടു. അത് ഇപ്പോൾ മരിക്കില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഏച്ചു വെച്ച് അത്തരത്തിൽ നടക്കുന്ന ആ പശുവിനെ കണ്ടിട്ട് ഗൗതമർഷി ഒരു പുല്ലെടുത്ത് ഹും എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ ഹും എന്ന് പറഞ്ഞതോടുകൂടി ആ പശു ഉരുണ്ട് വീണ് ചത്തു. അങ്ങനെ പശു ചത്തു. എന്നിട്ട് പശു ചത്തതല്ല കൊന്നതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഗൗതമർഷിയെ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ശ്രമം നമ്മൾ കാണേണ്ട ഒരു കഥ. അവിടെ ഈ ഹും എന്ന് പറഞ്ഞതേയുള്ളൂ, അപ്പോഴേക്കും പശു ചത്തു. ഇവിടെ വേനനെ കൊല്ലാനായിട്ട് ഋഷീശ്വരന്മാരെല്ലാവരും ആ ഹുങ്കാരം കൊണ്ട് കൊന്നു എന്ന് പറയുമ്പോൾ മന്ത്രാക്ഷരങ്ങളുടെ പ്രാധാന്യവും, ഏതായാലും കവചായ ഹും എന്ന് പറയുന്ന ഈ ഷഡംഗം നമ്മൾ ചെയ്യുമ്പോൾ, മന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഷഡംഗം ചെയ്യുമ്പോൾ അവിടെ എല്ലാം തന്നെ ഹും എന്ന് പറയുന്ന ആ ബീജാക്ഷരത്തിൻ്റെ പ്രാധാന്യവും, അക്ഷരങ്ങളെ കൊണ്ട് നമുക്ക് നിഗ്രഹിക്കാം എന്നുള്ള കാര്യവും, അക്ഷരങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുന്ന പോലെ, അക്ഷരങ്ങളെ കൊണ്ട് പാലിക്കുന്ന പോലെ ഈ അക്ഷരം എന്ന് പറയുന്ന ബ്രഹ്മസ്വരൂപം അതിനെക്കൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങളാകാം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ദുഷ്ടനായിട്ടുള്ള വേനനെ കൊന്നു. ഈ ദുഷ്ടനായിട്ടുള്ള വേനൻ മരിച്ചതോടുകൂടി അരാജകത്വം നാട്ടിലെങ്ങും രാജാവില്ലാത്ത രീതിയിൽ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാവരും തിങ്ങി നിറഞ്ഞ് ആ അന്തരീക്ഷത്തിലാണ് ഇയാളുടെ ശരീരം തൈലത്തോണിയിലിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തെ അത് കടഞ്ഞെടുത്ത് അതിൽ നിന്ന് ഒരു കുട്ടിയെ വാർത്തെടുക്കാം അല്ലെങ്കിൽ ഒരു പരമ്പരയെ ഉണ്ടാക്കാം എന്ന് കണ്ടിട്ടാണ് പൃഥുവിൻ്റെ ജനനം. ഇനി അല്പനേരം ഒന്ന് ചിന്തിക്കാനായിട്ട് മറ്റൊരു വിഷയം കൂടി ഞാൻ കടത്തിക്കൊണ്ടുവരികയാണ്.
ഇവിടെ ഈ ചതുർത്ഥ സ്കന്ധത്തില് നമ്മൾ പൃഥുവിന്റെ കഥ കാണുമ്പോൾ വലം ഇടം ഈ കരങ്ങളിൽ നിന്ന്, വലത്തെ കരവും ഇടത്തെ കരവും ആ രണ്ട് കൈകളിൽ നിന്ന് പൃഥു എന്ന് പറയുന്ന രാജാവിനെയും അർച്ച എന്ന് പറയുന്ന ആ ദേവിയെയും അങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും ഈ പറയുന്ന പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി അവതാര സ്വരൂപമാണെന്ന് ഭാഗവതം പ്രകീർത്തിക്കുന്ന ആ അവതാര പുരുഷന്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം, ജോലി എന്താണെന്ന് ചോദിച്ചാൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം എന്ന് പറയുന്ന അർച്ചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നവവിധ ഭക്തിമാർഗത്തിൽ ഇദ്ദേഹം കൈമുതലായിട്ട് കണ്ടത്. അതിൻ്റെ പ്രതീകമായിട്ടൊരു ഭാര്യയെയും കിട്ടി, പേരും അതുപോലെ തന്നെ അർച്ച. അപ്പോൾ അർച്ചിസെന്നോ അത്തരത്തിൽ ഓരോരോ പേരുകൾ പറഞ്ഞുകൊണ്ട് ഭാര്യമാരുണ്ടാകുന്നതും ആ ഭാര്യമാരെ സ്വീകരിക്കുന്നതും ഇടം വലം ഭാഗങ്ങളിൽ നിന്ന് എന്ന് വരുമ്പോൾ ഇടം പ്രകൃതി, വലം പുരുഷൻ. അങ്ങനെ ഇടം വലം ഭാഗങ്ങളിൽ നിന്ന് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് വേനൻ എന്ന് പറയുന്ന ദുഷ്ടന്റെ ആ ശരീരത്തിൽ നിന്ന് പോലും ഇടം വലം ഭാഗങ്ങളിൽ നിന്ന് പ്രകൃതി പുരുഷന്മാരെ സൃഷ്ടിച്ച രംഗമാണ്. ഈശ്വരന്റെ രണ്ട് ഭാവമാണ് പ്രകൃതി പുരുഷന്മാര്. ഇവിടെയും നമ്മൾ പ്രകൃതി പുരുഷന്മാരെ കണ്ട വേദവ്യാസനെ സ്മരിക്കുക. പ്രഥമ സ്കന്ധത്തില് നാരദപ്രേരിതനായിട്ട് തപസ്സനുഷ്ഠിക്കുന്ന വേദവ്യാസന്റെ മനോമുകുരത്തില് അവിടെ പ്രകൃതി പുരുഷന്മാരെ കണ്ടിട്ട് ആ പ്രകൃതിയെ ചിന്തിച്ചിട്ടാണ്, ആ പ്രകൃതിയാണ് കാരണക്കാരി മായ, അവളാണ് വാസ്തവത്തിൽ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത്, ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധത്തെ മറച്ചുവെച്ച ആ പ്രകൃതിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതത്തില് തുടക്കം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി പുരുഷന്മാര് ഇതേ രീതിയിൽ തന്നെ തൃതീയ സ്കന്ധത്തില് സ്വയംഭൂമനി ജനിക്കുന്നതും അതുപോലെ ശതരൂപ ജനിക്കുന്നതും ഇടം വലം ഭാഗങ്ങളിൽ നിന്ന്. അപ്പൊ എവിടെയും ഇടം വലം എന്ന് പറയുന്ന ഭാഗത്തിൽ പ്രകൃതി പുരുഷന്മാരെ കണ്ടുകൊണ്ടുള്ള മുന്നോട്ട് ഉള്ളൊരു യാത്രയായിട്ട് ഭാഗവതത്തെ കാണാം. എന്തുമാകട്ടെ, പൃഥു എന്ന് പറയുന്ന രാജാവ് ചക്രവർത്തി അങ്ങനെ ജനിക്കുന്നു വലം കയ്യിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഭാര്യ ഇടം കയ്യിൽ നിന്ന്. അത്തരത്തിൽ ജനിച്ച അവർ രണ്ടുപേരും വാസ്തവത്തിലെ യോഗ്യന്മാര്. ആ ഭഗവാന്റെ അവതാരമായിരിക്കുന്ന പൃഥു ഈ ഭാരതവർഷത്തെ അങ്ങനെ ഭരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഭാരതവർഷത്തെ ഭരിക്കാൻ തുടങ്ങുന്ന അദ്ദേഹത്തെ സ്തുതിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് നോക്കാൻ നേരമില്ലാത്തത് കൊണ്ട് അങ്ങനെ കടന്നു പോയിട്ടാണ് ഊഷരഭൂമിയായിരിക്കുന്ന ഭാരതവർഷത്തെ കണ്ടു. വളരെയേറെ ഫലഭൂയിഷ്ടമാകേണ്ടതിൻ്റെ രാജ്യം, ആവശ്യമുള്ളതെന്തും വിളയേണ്ടതിൻ്റെ രാജ്യം, അത്തരത്തിൽ യാതൊരു വിളവുമില്ലാതെ ഫലഭൂയിഷ്ഠതയില്ലാതെ നശിക്കുന്ന ആ രാജ്യത്തെ കണ്ട് ക്രുദ്ധനായിട്ട് അമ്പും വില്ലുമെടുത്ത് നിഗ്രഹിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ഭൂമിരൂപിണിയായിട്ടുള്ള ഭൂമി എന്ന് പറയുന്ന പശുരൂപിണിയായിട്ടുള്ള ഈ ഭൂമിദേവി അവിടെ നിന്നുകൊണ്ട് താണു വീണ് കേണ് തന്നെ കൊല്ലരുതെന്ന് അപേക്ഷിക്കുന്നതും എന്നിട്ട് തന്നിൽ നിന്ന് എന്ത് വേണമെങ്കിലും കറന്നെടുത്തുകൊള്ളാൻ പറയുന്നതും ഭാഗവതത്തിന്റെ മറ്റൊരു രഹസ്യം. എന്താണ് ഈ ഭാഗവതം രഹസ്യമായിട്ട് ഇവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? അല്ലയോ മനുഷ്യ, നിന്റെ ശരീരം എന്ന് പറയുന്ന ഭൂമിയെ നീ കറന്നെടുക്കാൻ യോഗ്യനാണോ? എങ്കിൽ നിനക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടും. ആ കിട്ടേണ്ടത് മുഴുവൻ എന്ന് പറയുമ്പോൾ നിനക്ക് അമൃതമാണെങ്കിൽ അമൃതവും, ഇനി അത്തരത്തിൽ ഔഷധജാലങ്ങളാണെങ്കിൽ അതും, മദ്യം എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ അതും. അപ്പോൾ എന്തും വാസ്തവത്തിൽ കറന്നെടുക്കാൻ തക്ക ശേഷിയുള്ള ഒരു പ്രത്യേക വൈഭവമുള്ള ഒരു ഉപാധിയോ ഉപകരണമോ സാധനമോ ആണ് ശരീരം എന്ന് വന്നില്ലേ? പൃഥ്വിതത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തെയാണ്, നമ്മൾ പേറിക്കൊണ്ട് നടക്കുന്ന ഈ ശരീരത്തെയാണ് വാസ്തവത്തിൽ ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി താക്കീത് കൊടുത്ത് നീ ഇങ്ങനെ ഊഷരമായിട്ടിരിക്കാൻ പാടില്ല എന്ന്. എന്താണ് ഭാഗവതം ഉദ്ദേശിക്കുന്നത്? അല്ലയോ മനുഷ്യ, നീ വികൃതസ്വരൂപനായിട്ട് വൃത്തികെട്ട ആ രീതിയിൽ ആർക്കും ഉപകാരമില്ലാതെ തികച്ചും മരുഭൂമിയെപ്പോലെ ഫലഭൂയിഷ്ഠതയില്ലാതെ അത്തരത്തിൽ ഫലവർഗ്ഗങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ നീ ആകരുത്. ഏതൊരു വ്യക്തിയും എന്തെങ്കിലും ഫലം ഉള്ളതായിരിക്കണം. നമ്മൾ ഓരോരുത്തരും ജനിച്ചു പോയാൽ മരിക്കുന്നതിന് മുമ്പ് ഈ ശരീരം എന്ന് പറയുന്ന വിളഭൂമി അതിന് വേണ്ട രീതിയിൽ പ്രയോഗിച്ച് കർഷകന്റെ രീതിയിൽ കൃഷി കാര്യാദികൾ ചെയ്ത് അതിൽ നിന്ന് ഫലവത്തായിട്ടുള്ള പ്രതിഫലം നേടിയിരിക്കണമെന്ന് ഇത് ഭാഗവതത്തിന്റെ ലക്ഷ്യവും പ്രമേയവുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും മനുഷ്യ ശരീരം അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഭാഗവതം ആദ്യ തന്നെ വരാഹമൂർത്തിയെ അവതരിപ്പിക്കാൻ കാരണം ഇതാണ്. ഇന്നലെ വരാഹമൂർത്തിയെ അവതരിച്ചപ്പോൾ നമുക്ക് തോന്നിയില്ല ആ അവതാരം. എന്താ കാരണം? നമ്മുടെ ശരീരത്തിലേക്കാണ് വന്നതെന്ന് തോന്നിയില്ല, നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഉടൽ എടുത്തത് എന്ന് തോന്നിയില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് കടന്നു വന്ന ആ വരാഹമൂർത്തിയെ നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുകയാണെന്നും തോന്നിയില്ല. അപ്പോൾ ഏതൊരു വരാഹമൂർത്തിയുടെ അവതാരമാണോ സാധനയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ ക്രമപ്പെടുത്താൻ, ചിട്ടപ്പെടുത്താൻ, അതിൻ്റെ ആ പ്രാധാന്യം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിർത്താൻ ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പൃഥ്വിതത്വത്തെ എങ്ങനെയാണ് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി വേണ്ട രീതിയിൽ മര്യാദയ്ക്ക് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്തത് എന്ന് കാണാം. 2-3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഉറപ്പിക്കണം.
ഒന്ന്, ഈ പറയുന്ന ഭൂമി പശുവായി, പശുവിൻ്റെ രൂപത്തിലായി എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം. മറ്റൊന്ന്, ഈ ഭൂമി എന്ന് പറയുന്ന പൃഥ്വിതത്വത്തിൻ്റെ മഹത്വം. വേറൊന്ന്, നമ്മുടെ ശരീരമാണ് ഇതെന്നുള്ള ബോധം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ ശരീരത്തെയാണ് ഈ ചക്രവർത്തി വേണ്ട രീതിയിൽ മെരുക്കിയത് എന്നുള്ള ചിന്താഗതി വന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഫലം ഈ കഥയിൽ നിന്ന് കിട്ടും. അതേ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് എന്തു വേണം? ഞാൻ ഉപദേശിക്കാൻ യോഗ്യനല്ല. ഒരു വക്കീലിൻ്റെ പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് എതിർച്ചയാ ഈ ഭാഗവതം കൈകാര്യം ചെയ്ത് അതിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ജിജ്ഞാസു എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ ഇത്തരത്തിൽ എനിക്കൊരു ഉപദേശം നൽകാനുള്ള ശേഷിയുണ്ടോ എന്നറിയില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമായിട്ടും പറയാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്കറിയാം ഒരു വക്കീലിൻ്റെ ജീവിതം ഇത്രമാത്രം മലീമസമായിട്ടുള്ളത് എന്ന് പറയാൻ നിവൃത്തിയില്ല. വരുന്നവരെ എന്ത് തരക്കാരെന്നറിയില്ല, അവരുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ എന്ത് എഴുതി കൊടുക്കേണ്ട ഗതികെട്ട ഒരവസ്ഥയുണ്ട്. അത്തരത്തിൽ അന്യായം എന്ന് പറയുന്ന സംഗതിയും അതുപോലെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളും കള്ളപ്രമാണവും കള്ളസാക്ഷിയും ഇതെല്ലാം തന്നെ കൈമുതലായിട്ടുള്ളവരാണ്. അങ്ങനെ തികച്ചും ആധ്യാത്മികതയുടെ മറുവശം എന്ന് പറയാം, അതിൻ്റെ എതിർ ധ്രുവമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി വാസ്തവത്തിൽ എങ്ങനെ ശരീരത്തെ മെരുക്കണം ചിന്തിക്കുക. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരമാകുമ്പോൾ ബാറിലേക്ക് പോകാം. ഏറ്റവും എളുപ്പം അതാ. വൈകുന്നേരം കക്ഷികൾ തന്നിട്ടുള്ള കാശും പോക്കറ്റിലിട്ട് നേരെ തൊട്ടടുത്ത് തന്നെ കാണും, ഒരു 100 മീറ്റർ അകലത്തിൽ കുറേ കാണും. അപ്പോൾ അവിടെ വേണമെങ്കിൽ പോകാം, എന്നിട്ട് അതും ശാപ്പിട്ടുകൊണ്ട് വൈകുന്നേരം മുഴുവൻ കഴിക്കാം. ഇത് വാസ്തവത്തിൽ ശരീരത്തെ നശിപ്പിക്കുന്നൊരു കാര്യമാണ്. അതാണ് വാസ്തവത്തിൽ അസുരൻ ഹിരണ്യാക്ഷൻ തച്ചുമറിച്ചു കൊണ്ടുപോയ ഭൂമി. നമ്മളെല്ലാവരും തന്നെ ഇത്തരത്തിൽ ഓരോ വൃത്തികെട്ട പ്രവണതകൾക്ക് അത്തരത്തിലേക്ക് നമ്മൾ തരം താണു കഴിഞ്ഞാൽ അവിടെയാണ് അസുരൻ്റേതായിട്ടുള്ള സാന്നിധ്യവും സ്വാധീനവും. അത് വിട്ടിട്ട് നമ്മൾ ഏത് രീതിയിൽ ശരീരത്തെ മെരുക്കുന്നുവോ അവിടെയാണ് ഉപാസന. ഉപാസന എന്ന് പറയുന്നതും സാധന എന്ന് പറയുന്നതും, സാധന ശരീരം കൊണ്ട് നമ്മൾ നടത്തേണ്ട വ്യായാമമാണ്, നമ്മൾ ശരീരം കൊണ്ട് നടത്തേണ്ട എക്സർസൈസസ്. അങ്ങനെ ശരീരം കൊണ്ട് നമ്മൾ യമനിയമാസന പ്രാണായാമാദികൾ കൈകാര്യം ചെയ്തിട്ട് മനസ്സുകൊണ്ട് ഈശ്വരോന്മുഖമായി ഉപാസന നടത്തി സാധന ഉപാസന എന്ന് പറയുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ധ്യാനം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബുദ്ധിയുടെ ആ പ്രയോഗവും ഇതെല്ലാം കൂടി കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭൂമി എന്ന് പറയുന്ന ശരീരം അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്ന പ്രത്യേകത്വം എന്തെല്ലാം അവിടെ നിന്നുണ്ടാക്കാമോ അത് മുഴുവൻ നമുക്ക് കറന്നെടുക്കാൻ സാധിക്കും. ഇതാണ് ഈ പറയുന്ന പൃഥുവിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഒരു രാജാവായാലും മന്ത്രിയായാലും അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളായാലും വേറെ രീതിയിൽ കൂടി ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഭാരതവർഷത്തിൽ അവിടെയും ഇവിടെയുമുള്ള ഈ വിളനിലങ്ങൾ, കാർഷിക സ്ഥലങ്ങൾ അതൊന്നും ഊഷരഭൂമിയാക്കി ഇടരുത് എന്ന്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? മലയെല്ലാം തന്നെ അതെല്ലാം തന്നെ പറിച്ചെടുത്ത് ആ കല്ലുകളെല്ലാം തന്നെ കൊണ്ടുപോയി കടൽ തീരത്ത്, അറബിക്കടലിൻ്റെ തീരത്ത് ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ കല്ലെല്ലാം തന്നെ പൊട്ടിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തന്നെ 100 നിലകളുള്ള ഈ പറഞ്ഞ ഫ്ലാറ്റുകൾ നിർമ്മിക്കുക. അപ്പോൾ എല്ലാ തരത്തിലൂടെ ഒരിടം കുളമാക്കി, അതുപോലെ ഇഷ്ടിക നിർമ്മാണത്തിലൂടെ മറ്റൊരു കുളം, ഇങ്ങനെ കുളങ്ങളുടെ ഒരു കൂമ്പാരം. അക്കൂട്ടത്തിൽ തന്നെ ജലഗതാഗത മാർഗങ്ങളെല്ലാം തന്നെ അടച്ചും കഴിഞ്ഞു. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വാസ്തവത്തിൽ പ്രകൃത്യാവുള്ള ആ ജലഗതാഗത മാർഗങ്ങൾ അടയ്ക്കുകയും കൃത്രിമമായിട്ട് പലതും സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഭൂമിയുടെ സമതുലിതാവസ്ഥ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ആ ഭൂമി വളരെ ഊഷരമായി കൊണ്ടിരിക്കുകയാണ്. 61 കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആഹാരം കഴിക്കണമെങ്കിൽ ഒരു നേരമേ പാടുള്ളൂ, 2 നേരം ആഹാരം കഴിച്ചാൽ ശിക്ഷിക്കപ്പെടുന്ന കാലം. സദ്യ കളത്തണമെങ്കിൽ തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു കാലം. അന്നാണ് വാസ്തവത്തിൽ വിദേശത്ത് നിന്ന് നമ്മൾക്ക് കഴിക്കാൻ പറ്റാത്ത പുഴുവെല്ലാം തന്നെയുള്ള ആട്ട അതുപോലുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. ആ കാലഘട്ടത്തിലാണ് ഉണക്കിയ ഈ പറയുന്ന കപ്പക്കിഴങ്ങ് അത് പുഴുങ്ങി തിന്നും അത് പൊടിച്ചും അത് വൂട്ടുണ്ടാക്കിയും കാലം കഴിച്ചത് ഓർക്കുന്നുണ്ടോ? 61 കാലഘട്ടം. അന്നെല്ലാം തന്നെ വാസ്തവത്തിൽ ഇവിടെ ഇത്രമാത്രം ഊഷരഭൂമി ഉണ്ടായിരുന്നില്ല. ഇന്ന് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഈ അരി കൊടുക്കുന്ന സന്ദർഭത്തിലും വാസ്തവത്തിൽ നമ്മൾ കാർഷികൻ അല്ലെങ്കിൽ കർഷകനാണെന്നുള്ള കാര്യം മറന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ 2 കർഷകനായിട്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ കേരളീയർ ആരും തന്നെ യാതൊന്നും പ്രവർത്തിക്കുന്നില്ല, അവർ യാതൊന്നും ചെയ്യുന്നില്ല. വന്നിട്ടുള്ളവർ മലയാളം അറിഞ്ഞുകൂടാത്ത ഒന്നുകിൽ ബംഗാളികളോ ബീഹാറികളോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ളവർ. കാരണം എന്താ? കേരളീയർ മടിയന്മാരുടെ ആ മാതൃക അവലംബിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഈ ശരീരത്തെയും ഒപ്പം ഈ പറയുന്ന സ്ഥലത്തെയും നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ നടക്കും. അത് ആര് കൈകാര്യം ചെയ്യണം? ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി, ഭരിക്കുന്ന വ്യക്തി. അങ്ങനെ ഭരിക്കുന്നവൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഇത് ബാഹ്യദൃഷ്ടിയിൽ. ഇനി ആന്തരിക ദൃഷ്ടിയിലോ അവനവൻ്റെ ഉള്ളിലുള്ള ഭരിക്കേണ്ട ഞാനെന്ന് പറയുന്ന ജീവൻ. അപ്പോൾ അവനവനുള്ള ആന്തരികമായിട്ടുള്ള ജീവൻ തന്നെ ഈ ശരീരത്തെ എങ്ങനെ പ്രയോഗിക്കണം എന്ന് അറിഞ്ഞിരിക്കണമെന്ന് സത്രാജിത്തിൻ്റെ കഥ ദശമസ്കന്ധത്തിൽ വരുമ്പോൾ അയാൾ വാസ്തവത്തിൽ സൂര്യനെ ചൊല്ലി തപസ്സനുഷ്ഠിച്ചു എന്നും 8 ഭാരം കനകം വിളയെന്ന്
ഒരു പ്രത്യേക മണി അയാൾക്ക് കിട്ടിയെന്നും സെമന്തകം എന്ന പേര് കൊടുത്തു എന്നും നിങ്ങൾ വായിച്ചു കാണും. അവിടെ ഈ ശരീരത്തെ മെരുക്കുന്ന രീതിയാണ്. ശരീരത്തെ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് സാധനാസമ്പന്നമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സിദ്ധികൾ കൈവരിക്കുന്ന രീതിയാണ്. ഈ ശരീരം കൊണ്ടുണ്ടാകേണ്ട സിദ്ധികൾ, അണിമാതി, അഷ്ട ഐശ്വര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധമാകുന്ന യോഗമാർഗവും തപസ്സുമാണ് വാസ്തവത്തിൽ അവിടെ സൂചിപ്പിച്ചത്. ഇതെല്ലാം തന്നെ ഈ പൃഥുവിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നാലെ നമ്മൾ കാണുന്നത് ഈ പൃഥു എന്ന് പറയുന്ന രാജാവ് അശ്വമേധയാഗം നടത്തുന്ന ഒന്നല്ല, ആവർത്തിച്ച് 100 നടത്താനുള്ള ആ താല്പര്യമാണ് അദ്ദേഹത്തിൽ. ഏതായാലും ഈ 100 യാഗങ്ങൾ നടത്തിയാൽ ശതമഖനാകാം, ഇന്ദ്രനാകാം എന്നുള്ള മട്ടിലേക്ക് ഉയരുമെന്ന് പേടിച്ചിട്ടാണ് ദേവേന്ദ്രൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അവിടെ ചില കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. അവിടെ അശ്വമേധയാഗം നടത്തുന്ന ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി അശ്വത്തെ കാണാതെ പോയപ്പോൾ, ഇങ്ങനെ അടുത്തടുത്ത് 100 അടുത്തടുത്ത് വന്നപ്പോൾ ഈ അശ്വത്തെ കാണാതെ പോയപ്പോൾ അശ്വത്തെ ആരാണ് മറച്ചു വച്ചത് എന്ന് അറിഞ്ഞുകൂടാതെ വളരെയേറെ ദുഃഖിതനായിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഈ പറയുന്ന അശ്വത്തെ പിടിച്ച് രണ്ടാമത് കൊണ്ടുവന്ന് വീണ്ടും അതിനെ സ്വതന്ത്രമായിട്ട് വിടുന്നത്. അയാൾക്കൊരു പേരും ഭാഗവതം കൊടുത്തു, വിജിതാശ്വൻ. ഭാഗവതത്തിലെ കഥാപാത്രങ്ങൾക്ക് ഓരോരോ പേരുകൾ കാണുമ്പോൾ ആ പേരുകൾ വാസ്തവത്തിൽ എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കണം. ഇയാളുടെ പേര് ഇതാകാൻ വഴിയില്ല. വിജിതാശ്വൻ എന്ന് പറയുന്ന അശ്വത്തെ ജയിച്ചപ്പോഴായിരിക്കണം, അശ്വത്തെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നപ്പോഴായിരിക്കും. അത്തരത്തിലുള്ള പേര് കിട്ടുന്നതിന് മുമ്പ് ഇയാൾക്കൊരു പേരുണ്ടാകണം. മഹാബലിയുടെ പേരെന്താണെന്ന് ഈ അടുത്തയിടെ ഒരാൾ ചോദിച്ചു, മഹാബലിയുടെ പേര്. അപ്പം ഇതേ രീതിയിൽ ഓരോരോ പേരുകളെല്ലാം തന്നെ സിംബോളിക്കായിട്ടുള്ള ഭാഗവത കഥാപാത്രങ്ങൾ, സമാധി ദശയിലോ ആധ്യാത്മിക ഭാഷയിലോ മനസ്സിലാക്കേണ്ട കഥാപാത്രങ്ങൾ. ഇവിടെയും നമ്മൾ വിജിതാശ്വനെ കാണുന്നു. ഈ വിജിതാശ്വൻ ഈ പറയുന്ന നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മറച്ചുവെച്ച പശുവിനെ പിടിക്കുന്നത് തന്നെ അത്രി എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഒരു സന്യാസി വര്യൻ്റെ ഉപദേശപ്രകാരമാണ്. അവിടെയും ആധ്യാത്മിക രസം അങ്ങനെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് അവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? അത്രി എന്ന് പറഞ്ഞാൽ ത്രിഗുണാതീതനാണ്. ത്രിഗുണാതീതമായിട്ടുള്ളൊരവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിക്കാണ് ഭാഗവതം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഭാഗവതം. ത്രിഗുണം എന്ന് പറയുമ്പോൾ സാത്വികൻ്റെ ആയസം താമസം എന്ന് പറയുന്ന ഗുണത്രയങ്ങളെ കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഭാഗവതം കേൾക്കുന്നതും മായാലോകത്താണ്, ഭാഗവതം പറയുന്നതും മായാലോകത്താണ്. ഇവിടെ ഇരിക്കുന്ന യജ്ഞശാലയിൽ നമ്മൾ മായാലോകത്താണ്. ഇവിടെയും മായ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ചായ കുടിക്കാൻ തോന്നും, അതും മായ. ഇതൊന്നും കഴിക്കാതിരിക്കാൻ പരീക്ഷത്തിന് മാത്രമേ തോന്നിയുള്ളൂ. അപ്പോൾ എല്ലാ തരത്തിലും മായാജന്യമായിട്ടുള്ള വികാരങ്ങൾ കൊണ്ട് വീർപ്പ് പൊട്ടുന്നൊരന്തരീക്ഷം എങ്ങും വിട്ടുപോകുന്നില്ല. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും അമ്പലത്തിൽ ഈ പറയുന്ന യജ്ഞശാലയിൽ ചെല്ലുമ്പോഴും എവിടെയും അതല്ലാതെ മറ്റു യാതൊന്നുമില്ല. ഇങ്ങനെ മായാജന്യമായിട്ടുള്ള എൻ്റെ കൂട്ടത്തിൽ ഇവിടെ ആധ്യാത്മികമായിട്ടുള്ളൊരു കാര്യം കൊണ്ടുവരികയാണ്. പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി അശ്വത്തെ അഴിച്ചുവിട്ടു. തൻ്റെ പ്രാണനെ, തൻ്റെ വാസനകളെ എന്ന് പറയാം, പ്രാണനെയും വാസനകളെയും. നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഓരോരോ വാസനകൾ ഉൾക്കൊള്ളുന്നവരാണ്. ഓരോരുത്തർക്കും ഓരോ വാസനയാണ്. എന്താ വാസന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ പ്രവൃത്തികൾക്ക് വേണ്ടി ഓടിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഓരോന്നും വാസന, അതുകൊണ്ട് ആകൃഷ്ടമായത് കൊണ്ടാണ്. നമ്മൾ ആരും തന്നെ ജന്മനാ കള്ളന്മാരല്ല. പക്ഷേ ജന്മസിദ്ധമായിട്ടുള്ളൊരു വാസനയല്ലെങ്കിൽ തന്നെ അത് പാരമ്പര്യമായിട്ട് വന്നു എന്ന് ചിലർ ആരോപിക്കും, അല്ലെങ്കിൽ ജന്മനാ കള്ളനാണെന്ന് പറയും. പക്ഷേ ഓരോരോ വാസനകൾ ഇങ്ങനെ ഉള്ളിൽ ഉടലെടുക്കുന്നതും ഓരോരോ പ്രവൃത്തികൾ ചെയ്യുന്നതും ചിലപ്പോൾ അത്ഭുതം തോന്നും. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്കുലീമാലൻ സാക്ഷാൽ ബുദ്ധദേവന്റെ കാലഘട്ടത്തിൽ ദുഷ്ടനാണ്, ജാതകദോഷം കൊണ്ട് ഈ പറയുന്ന ദന്തവരലെല്ലാം തന്നെ മുറിച്ച് മാല കോർത്ത് കഴുത്തിലിട്ട് കൊണ്ട് നടന്ന അയാളെ വാസ്തവത്തിൽ അഹിംസയിലേക്ക് കൊണ്ടുവന്നത് ബുദ്ധൻ്റെ കഴിവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹിംസ എന്ന് പറയുന്ന ഒരു പ്രവണത, ഒരു വാസന, അതിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ മാറ്റാവുന്നതേയുള്ളൂ വാസന. അപ്പോൾ എല്ലാ തരത്തിലും ഈ വാസനകളെയും അല്ലെങ്കിൽ പ്രാണനെയും അശ്വം എന്ന് പറഞ്ഞുകൊണ്ട് അഴിച്ചുവിടുകയാണ്. അശ്വമേധയാഗത്തിൻ്റെ രീതി അതാണ്. വേദാന്ത ഭാഷയിൽ അല്ലെങ്കിൽ ആധ്യാത്മിക രഹസ്യത്തിലേക്ക് വരുമ്പോൾ ഒരശ്വമേധം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു കുതിരയെ അഴിച്ചുവിട്ട് വീണ്ടും പിടിച്ചു കെട്ടി വീണ്ടും അഴിച്ചുവിട്ട് ഒടുവിൽ എല്ലാവരെയും ജയിച്ച് അതിനെ കൊണ്ടുവന്ന് ഈ യാഗശാലയിൽ കെട്ടി അതിനെ ശ്വാസം മുട്ടിച്ചു കൊന്നോ അത്തരത്തിൽ ഓരോരോ പ്രവൃത്തികൾ ചെയ്ത് ബലിയർപ്പിക്കുന്ന രീതി പിന്നാലെയുണ്ടായ പ്രാകൃത മനോഭാവമാണ്. ഈ പ്രാകൃത മനോഭാവം വരുമ്പോൾ ഞാൻ വളരെയേറെ നമ്മുടെ സ്വാമികളെ പറ്റി ഓർക്കുന്നത് കൊടുങ്ങല്ലൂരത്തെ തെറിപ്പാട്ടും അതുപോലെ ഞങ്ങളുടെ ഭാഗത്തെ ഇളവൂര് ഉണ്ടായിരുന്ന തൂക്കം നിർത്തലും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇളവൂര് തൂക്കം നിർത്തൽ നമ്മുടെ സ്വാമിയുടെ ഒരേ ഒരാളുടെ കഴിവാണ്. അവിടെ കെട്ടിത്തൂക്കുന്നത് ഒരു പച്ച മനുഷ്യനെ വാസ്തവത്തിൽ ഈ മാറത്ത് യാതൊരു ബന്ധവുമില്ലാതെ സാധാരണ തലയണയെല്ലാം തന്നെ വച്ചിട്ടാണ് തൂക്കുക. ഈ തൂക്കം എന്ന് പറയുന്ന ചടങ്ങ് വളരെ പൈശാചികമായിട്ട് തോന്നും. ഇത്തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ മാറ്റേണ്ട കാലം വൈകി. പക്ഷേ നമ്മുടെ ഇടയിൽ ഇന്നും അവശേഷിച്ച് കിടക്കുകയാണ് ഈ മോശപ്രവർത്തികൾ. അശ്വമേധം എന്ന് പറയുന്ന യാഗത്തെയും ഭാഗവതം വിവക്ഷിക്കുന്ന രീതിയിലല്ല, അത് വിട്ടിട്ട് പ്രാകൃതം എന്നുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാം. ഈ അശ്വത്തെ
വേദോക്തമായിട്ടുള്ള അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് വാസനയാണെന്നും ആ അശ്വം പ്രാണനാണെന്നും കണ്ടാൽ അതിനെയാണ് അഴിച്ചുവിടുന്നത്. ആരെങ്കിലും കെട്ടുന്നു എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ചെന്നത് ഇങ്ങനെ തങ്ങി നിൽക്കുന്നു എങ്കിൽ അതിനെ അവിടെ നിന്ന് വിടർത്തിക്കൊണ്ടുവന്ന് വീണ്ടും വിടുക. സ്വൈരമായിട്ട് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രാണനെ ആ വാസനകളെയെല്ലാം തന്നെ ഒടുവിൽ എല്ലാ തരത്തിലും ജയിച്ചിട്ട് അതിനെ പിടിച്ച് ആഹൂതി ചെയ്യുക. ആഹൂതി ചെയ്യേണ്ടത് പരമാത്മാവിൽ. അങ്ങനെ പരമാത്മാവിലേക്ക് ഇങ്ങനെ ആഹൂതി ചെയ്യുന്ന പ്രവൃത്തി അശ്വമേധയാഗം എന്നുള്ള മട്ടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ആധ്യാത്മിക സവിശേഷത ഒന്നുകൂടി ബോധ്യമാകും. ഏതായാലും ഇത്തരത്തിൽ അശ്വമേധയാഗം നടത്തുന്ന, അശ്വമേധയാഗത്തിലൂടെ ഇന്ദ്രപദവി ആഗ്രഹിക്കുന്ന, അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഈ വ്യക്തിയെ പല തടസ്സങ്ങളും ചെയ്തതാര? ഇന്ദ്രനാണ്. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ മനസ്സുമാണ്. ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ദ്രനെ നമ്മൾ പലവട്ടം കാണും. ഭഗവാൻ 7 വയസ്സുള്ളപ്പോൾ ഗോവർദ്ധനോദ്ധാരണ ലീലയിൽ അവിടെയും കാണാം ഈ പറയുന്ന ഇന്ദ്രനെ. അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും എന്ന് പറയുന്ന നമ്മളെ അലട്ടുന്ന, വിഷയവാസനകൾ ഉണ്ടാക്കുന്ന, വികാരജന്യമായിട്ടുള്ള ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് ഇന്ദ്രൻ. അയാൾ ഇവിടെയും തടസ്സം ചെയ്യുകയാണ്. അപ്പം ആരെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയാൽ, ആധ്യാത്മികമായിട്ട് ഉണർന്നൊരവസ്ഥയിലേക്ക് കടക്കാൻ നോക്കിയാൽ അവിടെയും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഇന്ദ്രനെ ഇവിടെ കാണാം. ആ ഇന്ദ്രനെ ജയിക്കുന്നു, ആ ഇന്ദ്രനെ അതിക്രമിക്കുന്നു. ഭഗവാൻ ചെയ്ത പോലെ തന്നെ അവതാരപുരുഷനായിട്ടുള്ള പൃഥുവും. അപ്പോൾ പൃഥുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങളെ ജയിച്ചു, മനസ്സിനെ ജയിച്ചു, വികാരങ്ങളെ വാസനകളെ ജയിച്ചു, ആ ജീവനെ ഒടുവിൽ അർപ്പിച്ചു. ഈ അത്തരത്തിൽ സർവാത്മ സമർപ്പണം എന്നുള്ള രീതിയിലേക്ക് എത്തി. അങ്ങനെ അങ്ങേയറ്റത്തെ ഒരു പദവിയിലേക്ക് എത്തി. ഈ പറയുന്ന ആ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി പിന്നാലെ സനകാദികൾ വരുന്നതും ആ സനകാദികളെ സ്തുതിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും കുറേ കാര്യങ്ങൾ മലയാളീകരിച്ച ആ ഭാഗവതത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ മാത്രം ഞാൻ ഇട്ടുതരാം. എന്ത് ചെയ്തു ഈ പറയുന്ന പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി? ആചാര്യനെ പിന്നെ വരിച്ചു തീവ്രമം വിരക്തിയും ജ്ഞാനവുമാർന്നീടിൽ തത് ദഹിക്കും ഉദ്ധാഗ്നിയിൽ നൈജയോനി പോൽ ക്ലേശാർത്ഥമാത്മാവരണം സചിത്തവും അപദൃഷ്ടാവും ദൃശ്യങ്ങളും എന്ന ഭേദവും നശിച്ച് അഹന്താദിയൊഴിഞ്ഞൊരപ്പുമാൻ കാണില്ലുണർന്നോൻ സ്വകിനാവുപോൽ പുറത്തകത്തും ആത്മവ്യതിരിക്തമേതുമേ അകത്തും പുറത്തും ഈശ്വരനെ കണ്ടു. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നത്തിലുമൊക്കെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പോയി. എന്നിട്ടോ വിഷയാസക്തമാം ഇന്ദ്രിയത്താൽ ആകൃഷ്ടമാം മനം ഹൃദനീർതീരവൃക്ഷം പോൽ ഹരിപ്പൂ ബുദ്ധിശക്തിയെ മനക്ഷോഭത്തിൽ മതിയും സ്വരൂപജ്ഞാനവും കെടും. ഭാഗവത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് സ്വരൂപം, സാരൂപ്യമുക്തി. സാരൂപ്യം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ രൂപം, ഭഗവാന്റെ രൂപം എന്ന് പറയുമ്പോൾ രൂപമില്ലാത്ത ഭഗവാൻ രൂപമോ, ജനിക്കാത്ത ഭഗവാൻ ജനിച്ചു എന്നോ? അപ്പം ഇതെല്ലാം തന്നെ ചോദ്യങ്ങളും അവയ്ക്ക് ഉത്തരങ്ങൾ ആധ്യാത്മിക ദശയിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുമാണ്. ഏതായാലും രൂപമില്ലാത്ത ഈശ്വരന് രൂപം എന്ന് പറയുമ്പോൾ ആത്മസ്വരൂപനാണ്. സ്വാത്മസ്വരൂപ, ആത്മസ്വരൂപ. അതായത് അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന ആ മഹാവാക്യത്തോട് ബന്ധപ്പെട്ടിട്ട് ആത്മാവ് തന്നെയാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ഈശ്വരൻ. അപ്പോഴൊന്നും തന്നെ രൂപമില്ലാത്ത ഭാവം. അപ്പോൾ ഒരിക്കലും രൂപമില്ലാത്ത ആ അവസ്ഥയെ പറ്റിയാണ് സ്വരൂപം. സ്വരൂപം എന്ന് പറയുമ്പോൾ അവനവൻ്റെ രൂപം ആത്മരൂപമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ആത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ ആ രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിന് തടസ്സം ചെയ്യുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞു. പ്രത്യേകിച്ചും മനക്ഷോഭത്തിൽ മതിയും സ്വരൂപജ്ഞാനവും കെടും. തന്നാശത്തെ ചൊൽവൂ വിജ്ഞന്മാർ ആത്മാവാൽ ആത്മനാശമായി. അപ്പോൾ ഒരിക്കലും മനം ക്ഷോഭിക്കാതെ ആ ബുദ്ധിയെല്ലാം തന്നെ കേട് ബാധിക്കാതെ സ്വരൂപജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയത്നം ഇദ്ദേഹം ചെയ്തു. അതേ രീതിയിൽ അധ്യാത്മശിക്ഷയാൽ സ്ഥൈര്യം ആർജിച്ച് ആത്മസ്ഥനാകയാൽ, അധ്യാത്മശിക്ഷയാൽ സ്ഥൈര്യം ആർജിച്ച് സ്ഥിരത, ആ സ്ഥിരമായിരിക്കുന്നൊരു ബുദ്ധിയും സ്ഥിരപ്രജ്ഞൻ സ്ഥിതപ്രജ്ഞൻ എന്നെല്ലാം പറയുന്ന പ്രജ്ഞയുടെ ആ സ്ഥിരമായിട്ടുള്ള ഭാവം ആർജിച്ചിട്ട് അധ്യാത്മശിക്ഷയാൽ സ്ഥൈര്യം ആർജിച്ച് ആത്മസ്ഥനാകയാൽ നേടേണ്ടതെല്ലാം താൻ നേടിയെന്നോർത്താൻ ആ നൃപേശ്വരൻ കാലം, ദേശം, ബലം, വിത്തം, ഔചിത്യം ഇവയൊത്തഹോ ചെയ്താൻ ആ മന്നനും ബ്രഹ്മാർപ്പണമായി സർവകർമ്മവും. മലയാളം വായിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. പ്രകൃതി അതീതനാത്മാവ് കർമ്മത്തിൻ സാക്ഷി എന്നുതാൻ നണ്ണി ബ്രഹ്മാർപ്പണപരം കർമ്മം ചെയ്താൻ അസക്തനായി. ഭാഗവതത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അനാസക്തി യോഗം, നൈഷ്കർമ്മ്യം. കർമ്മയോഗമാണെങ്കിൽ ഒരിക്കലും നിസ്സംഗനായിട്ട് ചെയ്യുക, അതിൽ സംഘമില്ലാതെ അത്തരത്തിലുള്ള ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി
കർമ്മം ചെയ്യുന്ന ഭാഗവത ധർമ്മം എല്ലാം തന്നെ അനുഷ്ഠിച്ചു. പ്രജാരഞ്ജകന ഭൂപൻ സർവദാസ ഗുണങ്ങളാൽ രാജാവെന്നുള്ള നാമത്തിനർഹനായി സോമനെന്ന പോൽ ശ്രേഷ്ഠമതിയായിട്ടുള്ള ആ പൃഥു എന്ന് പറയുന്ന രാജാവ് തൻ്റേതായുള്ള ജീവിതകാലം ഇത്തരത്തിൽ പ്രവർത്തിച്ച് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി ധന്യമാക്കി തൻ്റെ ജീവിതവും ധന്യമാക്കി തപസ്വാധ്യായ നിരതനായി. എന്നിട്ട് താൻ ആ സാരൂപ്യം തൻ്റെ രൂപം എന്ന് പറയുന്ന ആത്മഭാവത്തിലേക്ക് കടന്ന് കാലം കഴിച്ചുകൂട്ടിയെന്ന്. ബൃഹത്തായിരിക്കുന്ന പൃഥ്വീരഥത്തിലെ അനവധ്യസുന്ദരങ്ങളായിട്ടുള്ള പലതും ഇനി അനാവരണം ചെയ്യേണ്ടതുണ്ട്, നേരമില്ല. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് പതുക്കെ കടന്നു നിന്നില്ലെങ്കിൽ അത് വാസ്തവത്തിൽ ഔചിത്യമില്ലാതെ വരും. പുരഞ്ജനോപാഖ്യാനം. ഏതായാലും പുരഞ്ജനോപാഖ്യാനം പറയണമെങ്കിൽ മണിക്കൂറുകളോളം, അതിൽ ഉള്ള കഥാപാത്രങ്ങളെ എടുത്ത് അവതരിപ്പിക്കണമെങ്കിൽ അതിലേറെ വൈഷമ്യമുള്ളൊരു സംഗതി. ഏതായാലും ഒരു കാര്യം നമുക്ക് അവിടെ വ്യക്തമായിട്ടും ധരിക്കാനായിട്ടൊരു എളുപ്പവിദ്യ. ഞാനും നിങ്ങളും എല്ലാവരും തന്നെ എവിടെ നിന്ന് പോന്നു എന്ന് ചോദിച്ചാൽ പ്രാചീന ബർഹിസിന് നാരദൻ പറഞ്ഞു കൊടുക്കുന്ന ഈ കഥാഗോളത്തിൽ നിന്ന് വ്യക്തമാണ്. ഞാനും നിങ്ങളുമെല്ലാം എവിടെ നിന്ന് പോന്നു, ഞാനും നിങ്ങളുമെല്ലാം തന്നെ വേദോക്തമായിരിക്കുന്ന ഒരു മരക്കൊമ്പിൽ രണ്ട് പക്ഷികളാണെന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ മതി. അപ്പോൾ ഏതായാലും ഒരു മരക്കൊമ്പിലിരിക്കുന്ന രണ്ട് പക്ഷികളിലൊന്ന് ഗ്രാമേചരനും മറ്റൊന്ന് വനേചരനും. ഇത്തരത്തിൽ ഈ പറയുന്ന നമ്മളെല്ലാവരും തന്നെ ജീവാത്മാവെന്ന് പറയുന്ന നമ്മളെല്ലാവരും തന്നെ അതും ഇതുമെല്ലാം തന്നെ തിന്നും കുടിച്ചും കാലം കഴിച്ചു കൂട്ടുന്ന ഒരു പക്ഷി, ഇതൊന്നും കഴിക്കാതെ വെറുതെ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്ന മറ്റൊരു പക്ഷി, പരമാത്മാവെന്നും ജീവാത്മാവെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വേദാന്ത ഭാഷയിൽ നമ്മൾ പഠിക്കുന്നു. അത്തരത്തിൽ രണ്ട് പക്ഷികളെപ്പറ്റി പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പുരഞ്ജനോപാഖ്യാനം നമ്മെ ഒരു പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുപോകുന്ന. ആ ദിശ എന്താ? മാനസ സരസിലേക്ക്. അപ്പോൾ ഭാഗവതത്തിൻ്റെ ലക്ഷ്യസ്ഥാനം മാനസ സരസ്. മാനസ സരസ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും കാണാം ഷഷ്ഠസ്കന്ധത്തിൽ. മാനസ സരസിൽ ഒരു താമരപ്പൂവിൻ്റെ ആ തണ്ടിലേക്ക് കടന്നിരുന്നു ഈ പറയുന്ന ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ അവിടെയും മാനസ സരസ്. നമ്മൾ മാനസ സരസിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മനസ്സ് സരസിന് തുല്യമാണെന്നും വളരെ ബൃഹത്തായിരിക്കുന്ന ഈ മനസ്സ്, സ്വച്ഛമായിട്ടുള്ള ഈ സരസ്, അല്ലെങ്കിൽ അത്തരത്തിൽ നീലച്ചവി പൂണ്ട ഈ സരസ്, അത്യഗാധമായത്, അപാരമായത്, അഗാധമായത്, അനന്തമായത്, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സരസ് മനസ്സിൻ്റെ പ്രത്യേകത, അങ്ങോട്ടേക്ക് കടക്കണമെന്ന്. അപ്പം ഏതൊരു മനസ്സാണോ തീവ്രമായിട്ടും തീക്ഷ്ണമായിട്ടും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ആ മനസ്സിലേക്ക് കടക്കണമെന്നും അവിടെ രണ്ട് അന്നങ്ങളെ കാണാം. ഈ രണ്ട് അന്നങ്ങളിലൊന്ന് പരമഹംസം, മറ്റൊന്ന് ജീവഹംസം. ഈ രണ്ട് അന്നങ്ങളായിട്ട് അവിടെ ക്രീഡിക്കുന്ന ഒന്ന്, അതിലൊന്ന് ഈ ജീവഹംസം തെക്കോട്ടേക്ക്, ഭാരതവർഷത്തിൽ തെക്കോട്ടേക്ക് ഹിമാലയ സാനുക്കളിലുള്ള ഈ മാനസരസിൽ നിന്ന് തെക്കോട്ടേക്ക് ഇറങ്ങിയെന്നും അവിടെ നല്ലൊരു പുരം കണ്ടിട്ട്, നവദ്വാരങ്ങളുള്ളൊരു പുരം കണ്ടിട്ട് അതിൽ പ്രവേശിച്ചു എന്നുമാണ് കഥ. നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കാനുള്ള ഈ വിഷയം വളരെ ചുരുക്കി ഞാനിങ്ങനെ ഇട്ടുതരാം. നമ്മളെല്ലാവരും തന്നെ കൂട് അന്വേഷിച്ച് നടക്കുകയാണ്. ഈ കൂടന്വേഷിച്ച് നടക്കുന്നത് വീട് അന്വേഷിച്ച് നടക്കുന്ന പോലെയാണ്. നാടും വീടും കൂടും ഇതെല്ലാം വിട്ടവനാണ് അവധൂതൻ. ഈ അവധൂതനെ സംബന്ധിച്ചിടത്തോളം 11ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കാണുന്നത് ദത്താത്രേയ മഹർഷി, അദ്ദേഹം വാസ്തവത്തിൽ ആനന്ദത്തിൽ ഇങ്ങനെ ആറാടുന്നുണ്ടത് കാരണം കൂടില്ലാത്തത് കൊണ്ടാണ്. കൂടില്ല, വീടില്ല, അത്തരത്തിൽ യാതൊരു ബന്ധങ്ങളുമില്ല, പ്രാരബ്ധങ്ങളില്ല. അപ്പം ഇതെല്ലാം തന്നെ വിട്ടുപോയപ്പോൾ ലോകം മുഴുവൻ ലോകമേ തറവാട്, അല്ലെങ്കിൽ അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ പറയുന്ന പോലെ, ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന പോലെ, മാതാജ പാർവതീദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോഭുവനത്രയം എന്ന് പറയുന്ന രീതിയിലേക്ക് ആകണം. എങ്ങനെയാകും? ഈ കൂടുന്ന് തല്ലി പൊട്ടിക്കണം. അപ്പോൾ എല്ലാ തരത്തിലും ഈ കൂടും തേടി നടക്കുന്ന രീതി അത് അരുത് എന്ന് ദശമസ്കന്ധത്തിൽ ഭഗവാൻ പഠിപ്പിക്കുന്നുണ്ട്. യശോദാമ്മയെ മാത്രമല്ല, ഗോപസ്ത്രീകളെ മുഴുവൻ. അവിടെ തല്ലി ഉടയ്ക്കുന്ന എല്ലാം തന്നെ കുടമാണ്, കുടം കൂടമാണ്. ഈ കുടം കൂടം എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ കുടം കൂടം ശരീരം അതിൽ കടന്നുകൂടിയതാണ് ഈ അബദ്ധത്തിന് കാരണം. നമ്മൾ ഉറങ്ങുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലരിങ്ങനെ ഉറങ്ങുന്ന ഞാൻ കാണാം, ഞാൻ മുകളിലിരിക്കുന്നതുകൊണ്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഉറങ്ങുന്ന കാരണം എന്താ? ഈ കൂടുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഉറങ്ങൂല. കൂടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ആത്മാവായിട്ടിരിക്കുമ്പോൾ ഉറക്കൂല. ആത്മാവിന് ഉറങ്ങാൻ പാടില്ലല്ലോ, ഉറക്കമില്ലാത്തതാ. അപ്പോൾ എല്ലാ തരത്തിലും ശരീരമുള്ളത് കൊണ്ട് വിശപ്പ്, ശരീരമുള്ളത് കൊണ്ട് ദാഹം, ശരീരമുള്ളത് കൊണ്ട് ഈ ഉറക്കം, ഇതെല്ലാം തന്നെ സംഭവിക്കുന്നു. ഇത് സർവ്വധർമാൻ പരിത്യജ്യ എന്ന് പറയുമ്പോൾ ഈ ധർമ്മങ്ങളെല്ലാം തന്നെ ത്യജിക്കണമെങ്കിൽ ശരീരത്തെ ത്യജിക്കാനുള്ളൊരു വ്യഗ്രത അത് പരീക്ഷത്തിന് കിട്ടി. മരണം ആസന്നമാണെന്ന് കണ്ടപ്പോൾ, 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കുമെന്ന് ബോധ്യമായപ്പോൾ ശരീരത്തെ ത്യജിക്കാനുള്ളൊരു വ്യഗ്രതയുണ്ടായി. അതോടുകൂടി ദാഹമില്ലാത്തൊരവസ്ഥ, വേണ്ട വെള്ളം, വേണ്ട ഈ പറയുന്ന ഭക്ഷണം, വേണ്ട ഉറക്കം, അതേ രീതിയിലുള്ളൊരവസ്ഥയുണ്ടായി. ഇതുണ്ടാക്കി എടുക്കുമ്പോഴാണ് ശരീരത്തിൽ നിന്ന് വിടുതൽ കിട്ടുക, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. അപ്പം ഈ പറയുന്ന ശരീരത്തിൽ നിന്ന് വിട്ടുകിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെയാണ് ബുദ്ധിമുട്ട്. ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം ഭാഗവതാചാര്യർ. അതിനു വേണ്ടിയിട്ട് 7 ദിവസക്കാലം കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു.
നിങ്ങൾ ജിജ്ഞാസുവാകുക, അഥാതോ ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ ഈ ശുഭേച്ഛ എന്ന് പറയുന്നതും വിചാരണ എന്ന് പറയുന്നതും ധനുമാനസ എന്ന് പറയുന്നതും, അക്കൂട്ടത്തിൽ കപിലന്റെ ഗീതയും ജഡഭരതന്റെ കഥയും, അക്കൂട്ടത്തിൽ പ്രഹ്ലാദന്റെ കഥയും, ഒടുവിൽ ഭഗവതവതാരവും ഭഗവാന്റെ ലീലകളും അതെല്ലാം തന്നെ പഠിച്ചിട്ട് രുക്മിണി എന്ന് പറയുന്ന കഥാപാത്രം എപ്രകാരമാണ് ത്യാഗമനസ്ഥിതിയോടുകൂടി ഭഗവാനെ സ്വീകരിച്ചത്, ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവൻ ജനിച്ചത് എന്നുള്ള ബോധം. അപ്പോൾ ഏതൊരു കൂടെടുത്താലും കൂട്ടിൽ കയറിയാലും അപ്പോഴും വാസുദേവനെ വിട്ടിട്ട് മറ്റാരെയും എനിക്ക് വേണ്ട എന്നുള്ളൊരു ചിന്താഗതി, അസംസക്തി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് രുക്മിണി ദേവി നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാ തരത്തിലും അബദ്ധം പറ്റിയത് ഈ പുരത്തെ കണ്ടതാ. നവദ്വാരങ്ങളുള്ള പുരത്തെ കണ്ടു. പക്ഷേ ഒരു ചെറിയ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ നവദ്വാരങ്ങളുള്ള പുരത്തിൽ 2 ദ്വാരങ്ങൾ അടച്ചു വച്ചിട്ടുണ്ട്. ശരിക്കും 11 ദ്വാരങ്ങളുള്ള ശരീരത്തിൽ ഈ നവദ്വാരങ്ങളെ തുറന്നിരിപ്പുള്ളൂ. അടച്ചു വച്ചിരിക്കുന്ന 2 ദ്വാരങ്ങൾ തുറക്കണം. അതിന് ദുന്തുകാരി നല്ലൊരു വിദ്യ കണ്ടുപിടിച്ചു. 7 മുട്ടുള്ള മുളയുടെ ഉള്ളി കയറാൻ പഠിച്ചു. നമ്മൾ ഭാഗവത പ്രേമികളും ഈ പറയുന്ന രീതിയിൽ പുരഞ്ജനോപാഖ്യാനം പഠിച്ച് കിഴക്കോട്ടേക്ക് തലതിരിച്ചു വച്ച ദർഭപ്പുല്ലുകൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഹോമവും യാഗവും നടത്തി കർമ്മഠന്മാരായിട്ട് ദൈനംദിനം ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും അടുത്ത് പോയി ലക്ഷങ്ങൾ ചിലവാക്കിക്കൊണ്ട് നശിക്കാതിരിക്കാൻ, അത്തരത്തിൽ കർമ്മവും കർമ്മഫലവും വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ഈ പുരഞ്ജനോപാഖ്യാനം. അതിനെന്ത് വേണം? കൂട്ടിൽ കയറാതിരിക്കണം. കൂട്ടിൽ കയറാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മഭാവം ആർജിച്ചിരിക്കണം. മൃത്യോർ മുക്ഷീയ മാം അമൃതാത്. സാക്ഷാൽ ശിവനോട് നമ്മൾ പ്രാർത്ഥിക്കും, മൃത്യോർ മുക്ഷീയ. ഈ മൃതമെന്ന് പറയുന്നൊരവസ്ഥയ്ക്ക് കാരണം ശരീരമാണെന്നറിയാം. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കണം ദേഹം. ആ ദേഹി എന്ന് പറയുന്ന 2നെയും അനായാസേന എങ്ങനെ ഊർവാരുകം ഇവ ബന്ധനാത്. അപ്പോൾ ഏത് രീതിയിലാണോ ഈ ചൊരയ്ക്ക വെള്ളരിക്ക അതിൻ്റെ തള്ളവള്ളിയിൽ നിന്ന് പൊട്ടിച്ച് അതിന് കേടുവരാതെ നമ്മൾ വേർപെടുത്തുന്നത്, അല്ലയോ പരമശിവ പരമേശ്വര? അത്തരത്തിൽ തന്നെ വേർപാട് നടത്തിത്തരണം. എന്നിട്ടോ വീണ്ടും അതിൻ്റെ അകത്തേക്ക് കയറരുത്. നവദ്വാരങ്ങളുള്ള ശരീരത്തിലേക്ക് കയറിപ്പോയി അബദ്ധമായി അത് പുറത്തേക്കൊന്ന് വരണം. പുറത്തേക്ക് വന്നാൽ വീണ്ടും അതിനെ കണ്ട് കൊതിച്ച് കയറാനുള്ള ഇട വരുത്തരുത്. അതിനെന്ത് വേണം? അടച്ചു വച്ചിരിക്കുന്ന 2 ദ്വാരങ്ങളെപ്പറ്റി ബോധം വേണം. തലയിലുള്ള ബ്രഹ്മരന്ധ്രത്തെ സംബന്ധിച്ചും ഏറ്റവും താഴത്തുള്ള മൂലാധാരത്തെ സംബന്ധിച്ചും ബോധം വേണം. ഇതിൻ്റെ ഇടയിലാണ് ഈ കുഴപ്പം മുഴുവൻ സംഭവിക്കുന്നത്. 7 ദ്വാരങ്ങളുള്ള 7 ഗ്രന്ഥികളുള്ള അല്ലെങ്കിൽ 7 മുട്ടുകളുള്ള ആ രംഗത്തേക്ക് പ്രവേശിച്ചിട്ട് ഈ മുട്ടുകൾ പൊട്ടിക്കാനുള്ള സന്മനസ് ഉണ്ടാക്കിയെടുത്താൽ സപ്താഹ ശ്രവണത്തിലൂടെ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷീയം തേജസ്യകർമാണി സപ്താഹ ശ്രവണേ, അത് അന്വർത്ഥമാകും. അപ്പോൾ ഈ പുരഞ്ജനോപാഖ്യാനത്തിലൂടെ നാരദൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രമേ ഉള്ളൂ. നാരദൻ ആദ്യം മുതൽ അവസാനം വരേക്ക് ഭാഗവതത്തിൽ ഉടനീളം കാണാം. അദ്ദേഹം എത്തിപ്പെടുന്ന സങ്കേതങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരുന്ന വ്യക്തികളെ വാർത്തെടുത്തിട്ടുണ്ട്, വളർത്തിയെടുത്തിട്ടുണ്ട്, വേണ്ട രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രഹ്ലാദകുമാരനായാലും ധ്രുവനായാലും ആരായാലും. അപ്പോൾ അത്തരത്തിൽ ആ പുരഞ്ജനോപാഖ്യാനത്തിലൂടെ പ്രാചീന ബർഹിസിന് നല്ല രീതിയിൽ തത്വജ്ഞാനം ഉദിക്കത്തക്ക രീതിയിൽ ആത്മീയമായിട്ടുള്ള ജ്ഞാനം ഉപദേശിക്കുന്ന രംഗമാണ് പുരഞ്ജനോപാഖ്യാനം. 2 ദിവസം കൊണ്ട് പറയേണ്ട 2 ഈ പ്രതിപാദ്യ വിഷയങ്ങൾ ഏതായാലും ഇത്തരത്തിൽ ചുരുക്കി അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ധരിപ്പിച്ചു. ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഭാഗവതത്തെ നിങ്ങൾ ആശ്ലേഷിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ആശ്ലേഷണം വേണം. നമ്മൾ ഈ ആലിംഗനബദ്ധരായിട്ട് ഭഗവാനെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന പോലെ ഭാഗവതത്തെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഭാഗവതത്തിൽ നിന്ന് നമ്മളിലേക്ക് എല്ലാം തന്നെ സംക്രമിച്ചിരിക്കണം. നമ്മളതെല്ലാം തന്നെ സംശീകരിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വാമി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സത്രം ഉത്തരോത്തരം വീണ്ടും എല്ലാ തരത്തിലും കേമമായിട്ട് നടത്താനായിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ. അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തരത്തിലും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് 10ാമത് വർഷം ഇവിടെ വരാനും ഇത്തരത്തിൽ വ്യക്തികളെ കാണാനും. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഉറങ്ങരുത്. ഗുരുദേവൻ്റെ ആത്മോപദേശതകത്തിൽ ഒരു പ്രത്യേക ശ്ലോകമാണ്, ഉണരുക ഇനി ഉറങ്ങരുത്. അപ്പോൾ ഉണരുക ഇനി ഉറങ്ങരുത്, എന്നിട്ട് ഉണരാതിരിക്കണം എന്നും പറയേണ്ട ഒരു പ്രത്യേക പ്രയോഗമാണ് അദ്ദേഹത്തിൻ്റെ ആത്മോപദേശതകത്തിൽ. എന്തായാലും ജാഗ്രത അവസ്ഥയെ സൂക്ഷിച്ചുകൊണ്ട് അലർട്ടായിട്ട് നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്ന മായ, ആ മായാജന്യമായിട്ടുള്ള വിഷയവാസനകളെ അതിക്രമിക്കാനായിട്ട് ഉണർന്നിരിക്കുക. അതായത് ബി അലർട്ട്. വളരെയേറെ അലർട്ടായിട്ട് അവൾ ജാഗരൂകതയോടുകൂടി വർത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശ്രോതാക്കൾ എല്ലായ്പ്പോഴും ഉണർന്നിരുന്നു കൊണ്ട് ഭാഗവത കഥകൾ കേട്ട് ഭഗവത് രസം അല്ലെങ്കിൽ സത്തായിരിക്കുന്ന ആത്മരസം അതിനെ ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാശാക്ഷരി ജപിച്ച് നിർത്താം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.